ഗുഡ് ഈവനിങ്. നമ്മളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ചേരാനുള്ള സാഹചര്യം ഒരുക്കാനാണ് നമ്മൾ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിംഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞു. ടെസ്റ്റിൽ മിടുക്കരായ കുട്ടികൾ ആണ് നിങ്ങളെല്ലാവരും. ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാ അഭിനന്ദനങ്ങളും. നമ്മൾ പല സ്ഥലത്തു നിന്ന് കുട്ടികൾ അപ്പിയർ ചെയ്തിരുന്നു. അത് ഓൺലൈനും ഓഫ്ലൈനും ഓൺലൈൻ എക്സാമിനേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. ഓഫ്ലൈൻ എക്സാമിനേഷനാണ് ഇപ്പം നടത്തിയത്. ഓഫ്ലൈൻ എക്സാമിനേഷൻ്റെ അകത്തു നിന്നുള്ള കുട്ടികൾക്കാണ് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് അഡ്മിഷനുള്ളത്. അത് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സെൻറ്ററുകളിലുള്ള കുട്ടികൾക്ക്, അവിടെ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ്. ആ സെൻറ്ററിനടുത്തുള്ള കുട്ടികൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരണം എന്ന് നിർബന്ധമില്ല. ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്ന ഓൺലൈൻ ടെസ്റ്റിൽ അവർക്ക് ഓൺലൈൻ മാത്രമാണ് നമ്മൾ ക്ലാസ് ഓഫർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ബ്രില്യൻറ്റിനെ കുറിച്ചൊന്ന് പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. ബ്രില്യൻറ്റിലെ ഒരു ഡയറക്ടറാണ്. ഞങ്ങൾ 4 ഡയറക്ടേഴ്സാണുള്ളത്. സ്റ്റീഫൻ ജോസഫ്, ജോർജ് തോമസ്, സെബാസ്റ്റ്യൻ ജി മാത്യു, പിന്നെ ഞാൻ. പിന്നെ നമ്മൾ 1984 തുടങ്ങിയ സ്ഥാപനമാണ്. അന്ന് ചെറിയൊരു ട്യൂഷൻ സെൻ്ററായിട്ട് തുടങ്ങി. പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന കാലം ട്യൂഷൻ സെൻ്റർ തുടങ്ങി. അതിനുശേഷം എൻട്രൻസ് തുടങ്ങി. എൻട്രൻസിൽ ഇപ്പോൾ നമ്മൾ UGയുടെ നീറ്റും JEE മെയിനും JEE അഡ്വാൻസും കേരളയും എല്ലാം എൻട്രൻസ് നടത്തുന്നുണ്ട്. അത് സയൻസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസുകളാണ് എന്ന് ഓർത്താൽ മതി. USEDൻ്റെ ഒക്കെ ഉണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. അത് ആണ് ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. 84 വളരെ ചെറിയ തോതിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് അല്പം വലുതായി എന്ന് പറഞ്ഞാൽ 40,000-40,000 കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അത് സെൻറ്ററുകൾ തുടങ്ങി. എറണാകുളത്ത് സെൻറ്റർ നേരത്തെ തുടങ്ങിയിട്ട് 5-8 വർഷമായി. പാലായും എറണാകുളവുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 2 വർഷമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് സെൻറ്ററുണ്ട്, കൊല്ലത്ത് ഉണ്ട്, എറണാകുളം ഉണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം നമ്മുടെ സെൻറ്ററുണ്ട്. ആ സെൻറ്ററുകളിൽ വരാൻ പറ്റുന്ന കുട്ടികൾ, അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഏതാ നല്ലത് എന്നുള്ളത് കുട്ടികളുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നമ്മൾ ഓൺലൈൻ നടത്തിയ സമയത്ത് വളരെ നന്നായിട്ട് ചെയ്ത കുട്ടികളുണ്ട് എന്നും നമ്മൾ അറിയുക. വളരെ നന്നായിട്ട് ചെയ്ത കുട്ടികളുണ്ട്, എന്നാൽ അത്ര നന്നായിട്ട് ചെയ്യാത്ത കുട്ടികളുമുണ്ട്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും രണ്ടും കുട്ടികളുടെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മളുടെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6, 7, 8 ക്ലാസ്സിലെ കുട്ടികളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. 9, 10 കുട്ടികൾ, അതായത് 8ലും 9ലും ടെസ്റ്റ് എഴുതി അടുത്ത വർഷം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന 9, 10 കുട്ടികളുടേത് നമ്മൾ വിളിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നാണ്. 6, 7, 8 ക്ലാസ്സുകളിൽ 6, 7, 8 ക്ലാസ്സിലെ സബ്ജക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ സ്കൂൾ പഠനത്തിന് കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. കൂടാതെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സ്കൂൾ ക്ലാസ്സിലെ സബ്ജക്റ്റാണ് എന്നൊരു വ്യത്യാസം മാത്രം. അപ്പോൾ എൻട്രൻസിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എൻട്രൻസിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുന്നത്, അത് മാർക്ക് ചെയ്യുന്നതെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂൾ ക്ലാസ്സിൽ കിട്ടുന്നതിനേക്കാൾ ഡെപ്തിൽ അനലിറ്റിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് കുട്ടികൾ 6, 7, 8 ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ എൻട്രൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എൻട്രൻസിൻ്റെ രീതി മനസ്സിലാക്കുകയും ആലോചിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും അവർക്ക് സൗകര്യം കിട്ടും എന്നുള്ളതാണ്. 9, 10 ക്ലാസ്സിലെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ
അത് 11ഉം 12ലെയും ക്ലാസ്സിലെ സബ്ജക്റ്റിനെ ഉപയോഗിച്ചാണ് 9, 10 ക്ലാസ്സിലെ ക്ലാസ്സുകൾ എടുക്കുക. ശരിക്കും 9, 10 ക്ലാസ്സിലെ ക്ലാസ്സുകളിലെ സബ്ജക്റ്റിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ, ബയോളജിയുടെ ഒക്കെ ഒരു എക്സ്റ്റൻഷനാണ് 11ലും 12ലും വരുന്നത്. അപ്പോൾ 9ഉം 10ഉം ക്ലാസ്സിലുള്ള സബ്ജക്റ്റിനെ 11ലെയും 12ലെയും സബ്ജക്റ്റ് കൂടെ കൂട്ടി ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 9, 10 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സ്കൂൾ ക്ലാസ് അല്ല നമ്മൾ എടുക്കുന്നത്, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അവർക്ക് മാർക്കും കിട്ടുന്നുണ്ട്. അല്ലാതെ അവർക്ക് മാർക്ക് കുറവല്ല കിട്ടുന്നത്, മാർക്ക് കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഈ കുട്ടികൾ പഠിക്കുന്ന എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നതിനെ കൂടെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ശരിക്കും 9ലെയും 10ലെയും ക്ലാസ്സിലെ സബ്ജക്റ്റ് അല്ല, അതിനേക്കാൾ കൂടിയ സബ്ജക്റ്റാണ് എടുക്കുന്നതെന്ന് വരുമ്പോൾ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നാനുള്ള സാധ്യതയുമുണ്ട്. അത് നിങ്ങൾ തള്ളിക്കളയുന്നില്ല. 7, 8, 9, 6, 7, 8 ക്ലാസ്സിലെ സബ്ജക്റ്റ് പോലെ അല്ല, അല്പം കൂടി കടന്ന സബ്ജക്റ്റാണ് 9, 10ലെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഒക്കെ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ ബുദ്ധിമുട്ടൊക്കെ തീർന്ന് കുട്ടികൾ നന്നായിട്ട് തന്നെ ചെയ്തു പോകുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ 6, 7, 8 ക്ലാസ്സിനെ ഫൗണ്ടേഷൻ ക്ലാസ് എന്നും 9, 10 ക്ലാസ്സിനെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെല്ലാം കൂടിയുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇത് ട്യൂഷന് പകരമുള്ള പ്രോഗ്രാം അല്ല, ശരിക്കും നമ്മൾ എൻട്രൻസിന് വേണ്ടി തന്നെയാണ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കലും എൻജിനീയറിങ്ങും എൻട്രൻസ് എക്സാമിനേഷനാണ് ഞങ്ങളുടെ ബേസിലുള്ളത്, ഞങ്ങളുടെ ഏറ്റവും മുന്നിലുള്ളത്. പക്ഷേ അതല്ല, ബാക്കിയുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ഉതകുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. ഇവർക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒളിമ്പിയാഡ്, ഇപ്പോൾ ഒളിമ്പിയാഡൊക്കെ നിർത്തിയിട്ടുണ്ട്, ഒളിമ്പിയാഡുകളും NDSC ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബേസാണ് നമ്മൾ തരുന്നത്. അതുപോലെ ജോലിക്ക് വേണ്ടിയുള്ള ടെസ്റ്റിൻ്റെ ബേസും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. സ്കൂൾ ക്ലാസ്സിലെ സബ്ജക്റ്റിൻ്റെ ബേസിൽ എൻട്രൻസ് പഠിച്ചാൽ, എൻട്രൻസിൻ്റെ രീതിയിൽ പഠിച്ചാൽ പിന്നീട് വരുന്ന ടെസ്റ്റുകളിലും അവർ മിടുക്കരാകും എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് റാങ്കേഴ്സ് എല്ലാം തന്നെ, എല്ലാവരും ഒന്നല്ല, എല്ലാം തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അതറിയാൻ പറ്റും. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ ഒരു മേന്മയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ട്യൂഷന് പകരമാണോ എന്ന് ചോദിച്ചാൽ ട്യൂഷന് പകരമല്ല. പക്ഷേ ട്യൂഷന് കുട്ടികളെ വിടണമോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ട്യൂഷന് വിടേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നന്നായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സയൻസ് സബ്ജക്റ്റ്, അതിൽ ചിലപ്പം ചോദിക്കാം എൻജിനീയറിങ്ങിനുള്ള കുട്ടികളാണ്, അവർക്ക് എൻജിനീയറിംഗ് ആണ് പഠിക്കാൻ, അപ്പം ബയോളജി പഠിക്കണമോ, അതുപോലെ ഇത് വേണ്ടവർ മാത്തമാറ്റിക്സ് പഠിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളേതായാലും 10ാം ക്ലാസ് കഴിയുന്നവരെ ബേസിക് എഡ്യൂക്കേഷനാണ്. അതിൽ എല്ലാ സബ്ജക്റ്റും പഠിച്ചു പോകട്ടെ, 10ാം ക്ലാസ്സിന് മുമ്പേ തീരുമാനിച്ചാൽ അത് നടക്കട്ടെ. പക്ഷേ എന്നാലും ബേസിക് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സയൻസ് സബ്ജക്റ്റ് എല്ലാം എടുത്തു പോകുന്നത്. അതുപോലെ മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സും GKയുടെ ക്ലാസ്സുകളും അത്യാവശ്യം എടുത്തു കൊടുക്കുന്നുണ്ട്. അതും ഇവർക്ക് എൻട്രൻസിനും അവരുടെ ഭാവി ജീവിതത്തിനും ഏറ്റവും ഉതകുന്നതുമാണ്. അതും നമ്മൾ ഓർക്കുക. കുറേ കൂടെ ഡെപ്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തിങ്കിങ് സ്കില്ലുണ്ടാവും, ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലുണ്ടാവും, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവും, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, റീസണിങ് എബിലിറ്റി ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ബാക്കി ഇപ്പം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. അവരുമൊക്കെ ആയിട്ട് ചോദിച്ചിട്ട് ചേരുക. പിന്നെ നമുക്ക് 6, 7 ക്ലാസ്സുകളിൽ നമ്മൾ ഓൺലൈൻ തന്നെയാണ് ക്ലാസ്സുകൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓൺലൈനല്ല, ഓഫ്ലൈനും ഉണ്ടാവും. അതിൻ്റെ കാര്യം പറയാം. അതുപോലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അത് 6, 7 ഉണ്ട്. അവിടെയും നമ്മൾ കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ തരും. ഉദാഹരണത്തിന് 9ഉം 10ലെയും കുട്ടികൾക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കാണ് അവർ വന്ന് ചേരുന്നത്. അവർക്ക് കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികൾ പഠിച്ച പോലെ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്കൊരു നമ്മളൊരു പ്രിലിമിനറി ക്ലാസ് എടുത്തു കൊടുക്കും. ആ പ്രിലിമിനറി ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് തരുന്നത്.
അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും, ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും എന്നോർത്തുകൊള്ളുക. അതുപോലെ നമ്മൾ ഈ GK ക്ലാസ്സുകൾ ഓൺലൈനായിട്ടായിരിക്കും തരുന്നത്. ഓഫ്ലൈൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഓൺലൈനിൽ ക്ലാസ്സുകൾ ഉണ്ടാകും എന്നോർത്തുകൊള്ളുക. പിന്നെ ഏപ്രിൽ മാസത്തിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ജൂൺ മുതൽ ക്ലാസ് ടൈമിങ്, ഏപ്രിൽ മുതൽ ജൂൺ മുതലുള്ള ക്ലാസ് ടൈമിങ് പറയാം. അതുപോലെ നമുക്ക് ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ക്ലാസ്സുകളുണ്ടാവും. വെക്കേഷനുകൾ, പബ്ലിക് ഹോളിഡേ ഒക്കെ ഇടയ്ക്ക് ക്ലാസ്സുകൾ വെക്കും. കാരണം നമ്മുടെ ക്ലാസ്സുകൾ ടോപ്പിക്ക് തീരുക എന്നുള്ളൊരു ആവശ്യമാണ്. അതിനനുസരിച്ച് ക്ലാസ്സുകളുണ്ടാകും. പിന്നെ ഉള്ളത് നമ്മൾ ക്ലാസ്സുകളുടെ ഇത് പറഞ്ഞ് 6-7 ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5ലും 6ലും നിന്ന് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയ കുട്ടികളുടെ ക്ലാസ്സുകൾ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേ ആയിരിക്കും ഏപ്രിൽ മുതലുള്ള ക്ലാസ്സുകൾ. അല്ല, ജൂൺ മുതലുള്ള ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞുള്ള ക്ലാസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആയിരിക്കും. 8ാം ക്ലാസ്സിൽ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സൺഡേ ക്ലാസ്സുകളുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ് ജൂൺ മുതലുള്ളതിൻ്റെ കാര്യമാണ്. സെക്കൻഡും ഫോർത്തും സാറ്റർഡേ ആണ് 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും ഉള്ളത്. അത് നമ്മുടെ സെൻറ്ററുകളിലേ ഉള്ളൂ. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലമുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, പാലാ ഉണ്ട്, എറണാകുളം ഉണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, തൊടുപുഴയുണ്ട്, മാന്നാനമുണ്ട്. ഇത്രയും സെൻറ്ററുകളിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അപ്പം തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, മാന്നാനം, പാലാ, എറണാകുളം, തൊടുപുഴ, തൃശ്ശൂർ, കോഴിക്കോട്, ഇത്രയും സെൻറ്ററുകളിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അതിൽ 8th സ്റ്റാൻഡേർഡിന് ഫസ്റ്റും 3ും 4ും സൺഡേ ഫുൾ ടൈം ക്ലാസ് ഉണ്ട്. സൺഡേ ക്ലാസ്സിൽ വരാൻ പറ്റുന്ന കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് സൺഡേ ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫസ്റ്റും 4ും സൺഡേ ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, 3rd, 4th 4 സൺഡേ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ആൻഡ് ടു 4th സൺഡേ ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ട്. സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ തമ്മിൽ ഈക്വലാവും. അതുകൊണ്ടാണ് ആഫ്റ്റർനൂൺ സെഷൻ 4 സൺഡേയും വരണം, സെക്കൻഡ് സാറ്റർഡേയും വരണം. സൺഡേ ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കുട്ടികൾക്ക് പിന്നെ 9th 10th ക്ലാസ്സിന് 1ാമത്തെ മുതൽ 4ാമത്തെ ഞായറാഴ്ച വരെ ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. ഏതാണ്? സൺഡേ ബാച്ചിന്, സൺഡേ ക്ലാസ്സിൽ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് സ്ഥിരമായിട്ട് സൺഡേ വരണം. പിന്നെ ഫസ്റ്റ് സാറ്റർഡേ മുതൽ 4th സൺഡേ വരെ ആഫ്റ്റർനൂൺ വരണം. കൂടാതെ സെക്കൻഡ് സാറ്റർഡേ ഫുൾ ടൈമും വരണം. സാറ്റർഡേ ബാച്ചിലെ കുട്ടികൾ എന്നാണ് പറയുക. സാറ്റർഡേ ബാച്ച് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ വരാൻ പറ്റുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് സെക്കൻഡ് സാറ്റർഡേയും കൂടെ വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ 4 1 5 ദിവസം വരണം. ഇത് 4 ദിവസം വന്നാൽ മതി. ഇത് 4 1 5 ദിവസം വരണം. ഇത് 3 ദിവസം വന്നാൽ മതി. ഇത്രയും വ്യത്യാസമാണ് ക്ലാസ്സിൻ്റെ ഇതിൻ്റെ കാര്യം. അത് സൺഡേ ബാച്ച് ഉള്ളത്, സൺഡേ മാത്രം ക്ലാസ് എടുക്കാൻ ബാച്ചുള്ളത് നമ്മളുടെ മാന്നാനം സെൻറ്ററിലുണ്ട്, പാലാ സെൻറ്ററിലുണ്ട്, എറണാകുളം സെൻറ്ററിലുണ്ട്, ചങ്ങനാശ്ശേരി സെൻറ്ററിലുമുണ്ട്. ഇത്രയേ ഉള്ളൂ. 4 സെൻറ്ററുകളിലേ ഉള്ളൂ സൺഡേ ഉള്ളി ബാച്ച്. ബാക്കി സെൻറ്ററിലെല്ലാം നമ്മൾ സാറ്റർഡേ സൺഡേ ബാച്ചുകളാണ് ഉള്ളത്. സാറ്റർഡേ സൺഡേ ബാച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. അത് പ്രത്യേകം ഓർക്കുക. നമ്മളുടെ എല്ലാ സെൻറ്ററിലും ക്ലാസ്സുകളുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ സെൻറ്ററിലും ഒരുപോലെയല്ല ക്ലാസ്. 4 സെൻറ്ററുകളിൽ മാത്രമേ സൺഡേ ബാച്ച് ഉള്ളൂ എന്ന് ഓർക്കുക. പിന്നെ ക്ലാസ് പ്രോഗ്രാമിന് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനുള്ള ദിവസം നാളെ ഞായറാഴ്ച ഉച്ച മുതൽ റെഡിയാവും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. പിന്നെ 10ാം തീയതി മുതൽ 20ാം തീയതി വരെയാണ് നമ്മൾ ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ 10ാം തീയതി മുതൽ 20ാം തീയതി വരെ ഡേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ഫീസ് അടയ്ക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പൈസ സ്കോളർഷിപ്പ് കിട്ടിയ കുറേ കുട്ടികളുണ്ട്. 1,00,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുണ്ട്. അവർക്ക് 20%, 10%, 20% മിനിമം 10% വരെ സ്കോളർഷിപ്പ് എല്ലാ സെലക്ഷനുള്ള കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അവരുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കയറിയാൽ
പ്രൊഫൈലിൽ അവരുടെ ഫീസിൻ്റെ എമൗണ്ട് ഉണ്ട്. 1,00,000 രൂപയുള്ള കുട്ടിക്കാണെങ്കിൽ 1,00,000 രൂപ അടയ്ക്കേണ്ട, നമുക്ക് ഫീസ് തിരിച്ചു കൊടുക്കാനാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ എല്ലാവരും, നമുക്ക് 1,00,000 രൂപ സ്കോളർഷിപ്പുള്ള കുട്ടിയും ഉൾപ്പെടെ എല്ലാവരും 10,000 രൂപ ഏറ്റവും മിനിമം അടയ്ക്കണം. കൂടുതൽ അടയ്ക്കേണ്ടവർ കൂടുതൽ അടയ്ക്കണം. അപ്പം 10,000 രൂപ മിനിമമാണ് എല്ലാവരും അടയ്ക്കണം. അപ്പോൾ 10,000 രൂപ അടച്ചാൽ 1,00,000 രൂപ കിട്ടിയ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് നഷ്ടമല്ലേ? നഷ്ടമല്ല. ആ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നതാണ്. ക്ലാസ് തുടങ്ങിയതിന് ശേഷം തിരിച്ചു കൊടുക്കുന്നതാണ്. കാരണം 1,00,000 രൂപയെ ബാക്കിയും കൊടുക്കാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതും ഒന്ന് പ്രത്യേകം ഓർക്കുക. നിങ്ങൾ എല്ലാവരും ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ 10,000 രൂപയെങ്കിലും മിനിമം അടയ്ക്കണം. സ്കോളർഷിപ്പ് ഉള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ എല്ലാ സെൻ്ററുകളെയും കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ പരീക്ഷ നടത്തുന്നുണ്ട്. പരീക്ഷയുടെ കാര്യം കൂടെ പറയണമായിരുന്നല്ലോ. ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പോരാ, പരീക്ഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്ക് തീരുന്നതനുസരിച്ച് ഓരോ ക്ലാസ്സുകൾക്ക് എക്സാമിനേഷൻ ഉണ്ടാകും. മിക്കവാറും എല്ലാ ശനിയാഴ്ചകളും, ഞായറാഴ്ചകളും അല്ല ശനിയാഴ്ചകളും പരീക്ഷകളുണ്ടാകും എന്നോർത്തോളുക. അല്ലാതെ നമുക്ക് പരീക്ഷകൾ ഉണ്ടാകാതിരിക്കുകയല്ല, പരീക്ഷകളുണ്ടാകും. ഓരോ ക്ലാസ് തീരുന്നതനുസരിച്ച് പരീക്ഷകളുണ്ടാകും. ഓൺലൈനായിട്ടുള്ളവർക്കും പരീക്ഷകളുണ്ടാകും, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം കൂടി പറയാം. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഓൺലൈനായിട്ട് തരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നത് നമ്മൾ 6, 7, 8 ക്ലാസ്സുകൾക്ക് 2 മണിക്കൂർ ഒരു ദിവസം ക്ലാസ്സുകളുണ്ടാവും. വെക്കേഷൻ ഉണ്ടാവും. അതായത് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും 2 മണിക്കൂർ വെച്ച് എല്ലാ വർക്കിംഗ് ഡേയിലും ക്ലാസ്സുകളുണ്ടാവും. 9, 10 ക്ലാസ്സുകളിൽ 4 മണിക്കൂർ വെച്ച് ക്ലാസ്സുകളുണ്ടാവും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഏപ്രിൽ മാസത്തിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ് നമുക്ക് ക്ലാസ്സുകളുണ്ടാകുന്നത്. 2 മണിക്കൂർ ക്ലാസ്സുകൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഉണ്ടാവും. 9, 10 ക്ലാസ്സുകൾക്ക് 4 മണിക്കൂർ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഉണ്ടാവും. ജൂൺ മുതൽ സാറ്റർഡേയും സൺഡേയും ആവും ഈ ക്ലാസ്സുകൾ. അത്രയോ വ്യത്യാസമേ ഉള്ളൂ. സാറ്റർഡേ, സൺഡേ ക്ലാസ്സുകളുണ്ടാവും. പിന്നെ സൺഡേ ബാച്ചിന് നമുക്ക് പാലാ പറഞ്ഞു, പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞു. പേയ്മെൻറ്റിൻ്റെ എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് എത്രയാണ്? അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വരും, നിങ്ങൾ ആക്റ്റീവ് ആവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ മാസത്തെയും മോഡൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓരോ ക്ലാസ്സിൽ കുട്ടികൾക്കെല്ലാം ഓരോ ക്ലാസ്സുകളുണ്ടാവും. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ടീച്ചർ ഉണ്ടാവും, മെൻറ്റർ ഉണ്ടാവും, മറ്റിടത്താണ് ക്ലാസ് ടീച്ചർ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാനും സൗകര്യം ഉണ്ടാവും നമുക്ക്. പിന്നെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഞങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാമെന്നുകൊണ്ട് ഞങ്ങൾ പകുതി വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാം. അതിന് റൈസ് ദ ഹാൻഡ് എടുത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ഈ വർഷത്തെ കുട്ടികളുടെ പെർഫോമൻസ് ഒന്ന് കാണാം. ഏറ്റവും നല്ല കുട്ടികളാരാ എന്നൊക്കെ കാണാം. ക്ലാസ് 6ലേക്കുള്ള 5ാം ക്ലാസ്സിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 50,000 ഇത് കിട്ടിയേക്കുന്ന ഭുവന അരുണാണ്. ഭുവൻ അരുണിനെ നമുക്കൊന്ന് വിളിക്കാം. 98.75% കിട്ടിയേക്കുന്നത്. ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളൊക്കെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാകും. കുട്ടികളാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും കരുതുന്നവരാകും. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ ഒരിക്കലും സാധാരണ ഫുൾ മാർക്ക് കിട്ടാറില്ല. ഇപ്പോഴൊക്കെ ചിലപ്പം കിട്ടാറുണ്ട്. അങ്ങനെ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഏറ്റവും ടോപ്പ് മാർക്കിനാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഭുവന അരുണാണ്. ഭുവന അരുണുണ്ടെങ്കിൽ ഒന്ന് റൈസ് ദ ഹാൻഡ് ചെയ്യുക. സെക്കൻഡ് വന്നേക്കുന്നത് നിവേദ് നിഷാന്താണ്. നിവേദ് നിഷാന്തിന് 93.68% ആണ് മാർക്കുള്ളത്. 299.79 ആണ് മാർക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിവേദിനും നിഷാന്തിനും 40,000 rupees കാഷ് പ്രൈസ് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്. ഓക്കെ, സന്തോഷം, കൺഗ്രാജുലേഷൻസ്. നിവേദ് ഉണ്ടെങ്കിൽ നിവേദ് ചെയ്യുക. ഒന്ന് റൈസ് ദ ഹാൻഡ് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് തരാം.
റോയ് ടി തോമസ് ഈസ് ദ തേർഡ് ഫെലോ വിത്ത് 30,000 സ്കോളർഷിപ്പ്. അപ്പോൾ റോയി ഉണ്ടെങ്കിൽ 93.62% ആണ്. റോയി ഉണ്ടെങ്കിൽ റോയി ഒന്ന് റൈസ് ദ ഹാൻഡ് ചെയ്യുക. പിന്നെ സാമുവൽ ഫിനോ 4th റാങ്ക് കിട്ടിയിട്ടുണ്ട്. 25,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ്. 5th റാങ്ക് ഉണ്ട് കാർത്തിക് അനീഷ്. 5th റാങ്ക് ഉണ്ട്. 91.12% ആണ്. 25,000 സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ റൈസ് ദ ഹാൻഡ് ചെയ്ത് നിർത്തുക. നമുക്ക് 5 പേരെ വെച്ച് വിളിക്കുന്നുള്ളൂ. അത് എല്ലാവരെയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് കൈലാസ് വിശ്വനാഥാണ് 6ാം ക്ലാസ്സിൽ നിന്ന് 7ലേക്കുള്ളതിൽ ഫസ്റ്റ് വന്നേക്കുന്നത്. 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. 88.6% ഉള്ളൂ മാർക്ക്. അപ്പോൾ മാർക്ക് നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ അത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. എൻട്രൻസ് ആകുമ്പോൾ മാർക്ക് കുറവ് വരും. അങ്ങനെ വന്നാലേ, മാർക്ക് ഫുള്ള് കിട്ടാതിരുന്നാലേ ഉള്ളൂ ശരിക്കും കുട്ടികളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. കൈലാഷ് വിശ്വനാഥ്. സെക്കൻഡ് വന്നേക്കുന്ന അലൻ ജോമിൻ ആണ്. 40,000 ഉണ്ട് സ്കോളർഷിപ്പ്. കൺഗ്രാജുലേഷൻസ്. ഈ സ്കോളർഷിപ്പുള്ള ഫോട്ടോ കാണിക്കുന്ന ആൾക്കാരുള്ളവരെല്ലാം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. ഐസക് ജേക്കബ് സിബി ആണ് തേർഡ് വന്നേക്കുന്നത്. 84.79% ആണ്. 30,000 റുപ്പീസ് സ്കോളർഷിപ്പ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ഐസക്. 25,000 ഇതുമായി മിത്ര ഷാഹിൻ ഉണ്ട്. 4th റാങ്കാണ്. 25,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ഐഷ. നിതിലി മുകുന്ദൻ 5th റാങ്ക് ഉണ്ട്. 25,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് നിതിലി. മതിലി മുകുന്ദൻ. ഇത്രയും പേരാണ്. 5 10 പേരായി. ഇനി ശ്രേയ ആദിത്യ ചന്ദ്രയാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. 99% ഉണ്ട്. 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. 8ലേക്കുള്ള 7th നിന്നുള്ള കുട്ടിയാണ്. കൺഗ്രാജുലേഷൻസ് ശ്രേയ ആദിത്യ ചന്ദ്ര. 40,000 റുപ്പീസ് ആയിട്ട് ആദിത്യ നന്ദകുമാർ ഉണ്ട്. 2nd റാങ്കാണ്. 40,000 റുപ്പീസ്. കൺഗ്രാജുലേഷൻസ് ആദിത്യ. പ്രണവ് എം ഉണ്ട്. 3rd റാങ്ക്. 30,000 റുപ്പീസ് ക്യാഷ് പ്രൈസുമായിട്ട്. കൺഗ്രാജുലേഷൻസ്. അഭിറാം അരുണുണ്ട്. 25,000 റുപ്പീസ് ക്യാഷ് പ്രൈസ്. 4th റാങ്ക്. 93.25%. കൺഗ്രാജുലേഷൻസ് അഭിറാം. ആൻഡ് ശരണ്യ ദേവരാജ് 5th ഉണ്ട്. 25,000 സ്കോളർഷിപ്പ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ്. ഫോട്ടോ കാണാവോ? ഞാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പേരാണ് നമ്മൾ 7th നിന്ന് 8ലേക്ക് കയറുന്നതിൽ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്കോളർഷിപ്പ് കിട്ടിയത്. ഇനി ലിസ്ലി ബാബു ആണ് 1st റാങ്ക് കിട്ടിയേക്കുന്ന. 9ലേക്ക് കയറിയിരിക്കുന്ന, 8ൽ നിന്ന് 9ലേക്ക് കയറിയിരിക്കുന്ന, ഇൻ്റഗ്രേറ്റഡിൽ വന്നേക്കുന്ന 1 lakh റുപ്പീസ് സ്കോളർഷിപ്പ് ഉണ്ട്. 1 lakh റുപ്പീസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ലിസ്ലി ബാബു. ശൈലേഷ് പി ആണ്. അടുത്താണ് കിടക്കുന്നത്. ശൈലേഷ് പി ആണ് 2nd റാങ്ക് വന്നേക്കുന്നത്. 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. 93.2% ഉണ്ട്. ശൈലേഷ് പി. ഓക്കെ. 3rd വന്നേക്കുന്നത് ഗൗതം രാജേഷാണ്. 50,000 ഉണ്ട്. 3rd റാങ്കാണ്. കൺഗ്രാജുലേഷൻസ്. 45,000 പ്രയാഗ് ഉണ്ട്. 4th റാങ്ക്. 91.75%. റെബേക്ക ഫ്രാങ്ക് 45,000 റുപ്പീസ്. 5th റാങ്ക്. 91.7%. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 5 പേരെ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരും മിടുക്കരൊക്കെയാണ്. എല്ലാവരും മിടുക്കരാണ്. ഇതിൻ്റെ അകത്ത് സെലക്ഷൻ കിട്ടിയ കുട്ടികളെല്ലാം മിടുക്കരാണ്. ഓക്കെ. ഗൗരി പി ദിലീപാണ് 1st റാങ്കുമായിട്ട് 10ലേക്ക് വന്നേക്കുന്നത്. 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി. 1 lakh റുപ്പീസ് സ്കോളർഷിപ്പ് ഉണ്ട്. 94.25% ഉണ്ട്. കൺഗ്രാജുലേഷൻ ഗൗരി പി ദിലീപ്. 2nd റാങ്ക് വന്നേക്കുന്നത് ഹരിപ്രിയ നന്ദകുമാർ. 50,000 സ്കോളർഷിപ്പ് ഉണ്ട്. 92.75%. കൺഗ്രാജ്. 3rd വന്ന ശ്രേയ മാധവൻ 50,000 ഉണ്ട്. 90.50%. കൺഗ്രാജുലേഷൻസ്. കല്യാണി മുകുന്ദൻ 4th റാങ്ക്. 45,000 റുപ്പീസ് സ്കോളർഷിപ്പ്. കൺഗ്രാജുലേഷൻസ്.
ഫിഫ്ത്ത് റാങ്ക് ഷികേഷ് ആർ മഹേഷ്. ഫിഫ്ത്ത് റാങ്ക് 45,000 റുപ്പീസ് സ്കോളർഷിപ്പ്, 87.75%. അപ്പം ഇത്രയും പേരാണ് നമ്മളുടെ ഏറ്റവും മിടുക്കരായിട്ട് വന്നേക്കുന്നത്. അപ്പം അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. 5ാം ക്ലാസ് മുകൻ അരുൺ. എവിടെയാ മോനെ വീട്? കോഴിക്കോട്. ആദ്യമാണോ പരീക്ഷ എഴുതുന്നത്? ഓക്കെ. അതിനു മുമ്പ് എഴുതിയിരുന്നോ? 10ാമത്തെ റാങ്ക് ആയിരുന്നു. ഫസ്റ്റ് റാങ്ക് അടിച്ചെടുത്തു അല്ലേ? കൊള്ളാം, മിടുക്കൻ കേട്ടോ. കോഴിക്കോട് നമ്മുടെ സെൻറ്ററൊക്കെ ഉണ്ടെന്ന് അറിയാവോ? അറിയാം. കോഴിക്കോട് നമ്മുടെ സെൻറ്ററിൻ്റെ അടുത്താണോ അതെയോ എവിടെയാ വീട്? ദേവഗിരി തന്നെ. ഓക്കെ, കൊള്ളാം കേട്ടോ, മിടുക്കനാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം കേട്ടോ. ഓക്കെ, സന്തോഷം. ഓക്കെ. സാമുവൽ ഫിനോ. ഹലോ. ഹലോ സർ. യെസ്, സാമുവൽ ഏത് ക്ലാസ്സാ? 5ാം ക്ലാസ്. ഫിഫ്ത്തിലാണ്. എവിടെയാ വീട്? എവിടെയാണ്? എറണാകുളത്ത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ക്രിസ്ത്യ പബ്ലിക് സ്കൂള്. അപ്പം ഇത് ആദ്യത്തെ തവണയാണല്ലോ പരീക്ഷ എഴുതുന്നത് അല്ലേ? രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ എത്രയായിരുന്നു? 60 ആണ്. അപ്പോൾ സെക്കൻഡ് അടിച്ചെടുത്തു, മിടുക്കൻ. ഫോർത്ത്. ഓക്കെ, കൊള്ളാം കേട്ടോ, സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ. ഹലോ, കൈലാഷ് ഏത് ക്ലാസ്? 6ാം ക്ലാസ്. 7th അല്ലേ? ഓക്കെ. അപ്പോൾ കൈലാഷിൻ്റെ വീട് എവിടെയാ? കൗടിയാർ, നന്തൻകോട്, തിരുവനന്തപുരത്ത് വരാം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ പരീക്ഷയാണല്ലോ അല്ലേ? അതേ സെക്കൻഡാണോ? ആദ്യത്തെ പരീക്ഷ. ഓക്കെ, വളരെ മിടുക്കനാണ്. ഇതുപോലെയുള്ള പരീക്ഷ എഴുതിയിട്ടുണ്ടോ നേരത്തെ? സൈനിക് സ്കൂളിൽ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കാം കേട്ടോ. ഓക്കെ, സന്തോഷം. ഓക്കെ. കാർത്തിക്. ഹലോ കാർത്തിക്, പറഞ്ഞു. എത്ര ക്ലാസ് മോനെ? ഓക്കെ. ആ, 6ലേക്ക് എഴുതുന്ന കുട്ടിയാണ് അല്ലേ? ആ. അപ്പോൾ എവിടെയാ വീട്? എവിടെയാ? മല്ലപ്പള്ളി, ചങ്ങനാശ്ശേരി അല്ലേ? പത്തനംതിട്ട. ഓക്കെ, കൊള്ളാം. ചങ്ങനാശ്ശേരി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓക്കെ, കൊള്ളാം, സന്തോഷം. എത്രയാ റാങ്ക്? എത്രയാ? ഞാനിപ്പോൾ 5ാമത്തെ റാങ്ക് അല്ലേ? 5ാമത്തെ റാങ്ക്. കൊള്ളാം കേട്ടോ, മിടുക്കനാണ്. ഇതുപോലെ തന്നെ തുടരട്ടെ കേട്ടോ. ഓക്കെ, സന്തോഷം. ഓക്കെ. മിത്ര, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. മിത്ര എവിടെയാ സ്ഥലം? എലഞ്ഞിയാണ്. ഓക്കെ. പാലായി വരാനാണോ എലഞ്ഞിക്ക് പോകാനാണോ? അല്ല, എറണാകുളത്ത് വരാനാണോ? ഓൺലൈനാണോ? ഓൺലൈനാണ്. കൊള്ളാം കേട്ടോ. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മുടെ മനസ്സ് പോലെയാണ് പഠനം നടക്കുന്നത്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ വർഷമൊക്കെ അറ്റൻഡ് ചെയ്തതാണല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നല്ല, അർത്ഥം എന്നല്ല ഞാൻ പറഞ്ഞേ, സ്കൂളിലെയൊക്കെ അറ്റൻഡ് ചെയ്തതാണല്ലോ എന്ന്. ഓക്കെ. അപ്പോൾ കംഫർട്ടബിൾ ആണ് എന്നോർത്താൽ അതും കംഫർട്ടബിൾ ആണ് കേട്ടോ. ഓക്കെ, സന്തോഷം. എലഞ്ഞിയിലെ കുട്ടി വിളിച്ചേൽ കേട്ടോ, സന്തോഷം. ഓക്കെ. കല്യാണി മുകുന്ദൻ. ഹലോ കല്യാണി മുകുന്ദൻ. ഗുഡ് ഈവനിങ്. എത്ര ക്ലാസ്? എത്രയാ മോളെ? 10th അല്ലേ? 10th പോകുന്നു. ആ, ഓക്കെ. 4th റാങ്കാണ്. കൊള്ളാം. ഫസ്റ്റ് ടൈമാണോ എഴുതുന്നത്? സെക്കൻഡ് ടൈമാണോ? ഫസ്റ്റ് ടൈമാണ്. ഇതുപോലെയുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒളിമ്പ്യാഡ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനെ പരീക്ഷയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ? കൊള്ളാം, നല്ല കാര്യം. ഒക്കെ നമുക്ക് എൻട്രൻസ് എല്ലാം ഇതുപോലെയാണ് വരുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ എൻട്രൻസിന് വേണ്ടി ഉള്ള ലക്ഷ്യം വെച്ചാണ് പോകുന്നത് കേട്ടോ. Yes, sir. ഓക്കെ, സന്തോഷം. Thank you, sir. മൈഥിലി മുകുന്ദിൻ്റെ അനിയത്തിയാണോ ഒന്ന്? അതെ സർ. മൈഥിലി മുകുന്ദിന് മൈഥിലി എന്റെ സിസ്റ്ററാണ്. ഞാൻ സിസ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ ടോപ്പറാണ് അല്ലേ? മൈഥിലി ഉണ്ടല്ലോ കൂടെ, ഉണ്ടോ? ഉണ്ട്. ആ, മൈഥിലിയുടെ കൊടുത്തേ. ഗുഡ് ഈവനിങ് സർ. ആ, രണ്ടുപേരും മിടുക്കരാണ് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, സന്തോഷം. എവിടെ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നത്? അച്ഛൻ ഓർത്തോഡോണ്ടിസ്റ്റ് ആണ് ഡെന്റിസ്ട്രിയില്. ഓക്കെ, അമ്മയോ? അമ്മ എൻഡോഡോണ്ടിസ്റ്റ് ഡെന്റിസ്ട്രി. ഓക്കെ, എവിടെയാ വീട്? സ്കൂളാണ് പഠിക്കുന്നത്? കിങ് സ്കൂൾ, കൊട്ടിയം. കൊട്ടിയം. ഓക്കെ, കൊള്ളാം കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം, രണ്ടുപേരും കൂടെ വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ശരി. ഗൗതം രാജേഷ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോ, എവിടെയാ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗുഡ് ഷെപ്പേർഡ് കുന്നകുളം അല്ലേ? ഇവിടെ ചങ്ങനാശ്ശേരി ഞങ്ങൾക്കൊരു ഗുഡ് ഷെപ്പേർഡ് സ്കൂളുണ്ട്. അതല്ല, എവിടെയാ കുന്നകുളം എന്ന് പറയുന്ന സ്ഥലം? എവിടെയാ? കുന്നംകുളമാണ് അല്ലേ? ഓ, കൊള്ളാം കൊള്ളാം. ഓക്കെ, തൃശ്ശൂർ വരാൻ പറ്റുമോ? അതെയോ? താല്പര്യം? ഓൺലൈനും ഓഫ്ലൈനും ആകുമ്പോഴേ നമുക്ക് ഓൺലൈൻ ഇടുന്ന ക്ലാസ് തന്നെയല്ല ഓഫ്ലൈൻ ഇടുന്നത്. ചെറിയ വ്യത്യാസം വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഓൺലൈനുള്ളവർക്ക് ഓഫ്ലൈൻ ഓഫ്ലൈൻ വേണമെങ്കിൽ നമുക്ക് നടത്താം, പക്ഷേ എന്നാലും അത് ക്ലിയർ ആകുകയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി. ഗൗരി പി ദിലീപ്, ഹലോ ഗൗരി. ഫസ്റ്റ് കാര്യമാണല്ലേ? ആ, 8ാം ക്ലാസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഓ, അപ്പോൾ ഒരു വർഷത്തേക്കൊന്ന് ഒഴിവായതായിരുന്നു അല്ലേ? അമ്മയ്ക്ക് ഡൽഹിക്ക് മാറ്റം കിട്ടി, അപ്പൊ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പം ജോയിൻ ചെയ്യുന്നത് വളരെ നന്നായിട്ട് തന്നെ ജോയിൻ ചെയ്യുന്നു. വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, കൊള്ളാം. ഓക്കെ, സന്തോഷം കേട്ടോ. ശരി. ശ്രേയ മാധവൻ. യെസ്, ശ്രേയ 3rd റാങ്ക് ആണല്ലേ 10th. വലിയ വ്യത്യാസമൊന്നുമില്ല, ഫസ്റ്റ് റാങ്കുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ തന്നെ കണക്കാക്കാം, പക്ഷേ പൈസ കൊടുത്തപ്പം കൂടിപ്പോയി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ശ്രേയക്ക് എവിടെയാ വീട്? എവിടെയാ? ഞാൻ തൃശ്ശൂരാണ് എന്റെ നേറ്റീവ് പ്ലേസ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് പാലക്കാടാണ്. പാലക്കാടാണ്. ഓക്കെ, പാലക്കാടാണേലും ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓൺലൈനാണ്. ഓക്കെ, സന്തോഷം. ഓക്കെ, ഓക്കെ സർ, ഓക്കെ. ശരണ്യ ദേവരാജ്, പറഞ്ഞോ, എവിടെയാ വീട്? പിറവം. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേരിഗിരി കൂത്താട്ടുകുളം. ഓക്കെ, കൊള്ളാം കേട്ടോ. എത്ര റാങ്ക് വന്നേക്കുന്നത്? 5th റാങ്ക്. കൊള്ളാം. 8ാം ക്ലാസ്സിൽ 5th റാങ്ക് അല്ലേ? 8ൽ നിന്നുള്ള 7ൽ നിന്ന് 8ലേക്കുള്ള. കൊള്ളാം കേട്ടോ. ശരണ്യ, ഇത് ആദ്യം എഴുതുന്നതാണോ പരീക്ഷ, അതെയോ രണ്ടാമതാണോ? സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം എത്ര ഉണ്ടായിരുന്നു? 53rd ഉണ്ടായിരുന്നു. സെക്കൻഡ് വന്നപ്പോൾ 5th ആയി അല്ലേ? കൊള്ളാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 5th ആയത്? എന്നെ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമുക്ക് പരീക്ഷ എഴുതി രണ്ടാമത് എഴുതിയത് കൊണ്ടാണോ, അതോ കൂടുതൽ പഠിച്ച കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? പഠിച്ചത് കൊണ്ടാണ് അല്ലേ? പാറ്റേൺ കിട്ടി എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ് അല്ലേ? ഓക്കെ, കൊള്ളാം. അതറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. കൂടുതൽ പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ പാറ്റേൺ കിട്ടുക, നമുക്ക് പരീക്ഷ എഴുതുന്ന രീതികൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്.
വളരെ സന്തോഷം കേട്ടോ. ഓക്കെ. സ്കൂൾ ബസ് ഫെസിലിറ്റി ഉണ്ടോ? ബസ് ഫെസിലിറ്റി ഇല്ലല്ലോ. പിറവത്തുനിന്ന് അപ്പൊ പാലയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. പാലായിൽ ലോങ് ടൈമിൽ കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് പ്ലാനുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം, ഉറപ്പില്ല. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിലും ചെയ്യാമല്ലോ കേട്ടോ. ഇല്ലെങ്കിലും ഓഫ്ലൈനാണ് താല്പര്യം, കാരണം അത് കൂടുതൽ എഫക്റ്റീവ് എന്ന് തോന്നുന്നു. ഓക്കെ, കൊള്ളാം. അതൊക്കെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. ആദിത്യ നന്ദകുമാർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എത്ര ക്ലാസ്സാണ്? ഇപ്പോൾ 7ലാണ്. 8ലേക്കുള്ളതാണ് അല്ലേ? സെക്കൻഡാണ്. കൊള്ളാം. 40,000 rupees ക്യാഷ് പ്രൈസ് ഉണ്ട്. വീട് എവിടെയാ? കാലിക്കട്ടാണ് അല്ലേ? നമ്മുടെ സെൻറ്ററിൻ്റെ അടുത്താണോ? പോകാൻ പറ്റും. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ. ഇതുപോലെ തന്നെ തുടരട്ടെ. ഓക്കെ. ഹരിപ്രിയ നന്ദകുമാർ കൂടി ഉണ്ടല്ലേ? അത് രണ്ടുപേരും ചേച്ചിയും അനിയനുമാണല്ലേ? കൊള്ളാലോ. ഇപ്പൊ രണ്ടാമത്തെ ആളാണ് നമ്മളിങ്ങനെ രണ്ടുപേരും ഒരുപോലെ വരുന്ന കേൾക്കുന്നത്. വളരെ സന്തോഷം കേട്ടോ ഹരിപ്രിയ. ഓക്കെ, രണ്ടുപേരും ഇതാണ് നല്ല കാര്യം കേട്ടോ. വളരെ സന്തോഷം. ഓക്കെ. ഓക്കെ. ഐസക്ക്. ഹലോ ഐസക്, പറഞ്ഞു. എത്രയാം ക്ലാസ്സാ ഐസക്ക്? 6th-ലാണ്. 7ാം ക്ലാസ്സിലേക്കുള്ളതാണ് അല്ലേ? ഐസക്കിന് നമുക്ക് 3rd റാങ്ക് ഉണ്ട്. വീട് എവിടെയാ? മാന്നാനത്ത്. അപ്പോൾ മാന്നാനത്ത് വരാം അല്ലേ? ഓക്കെ, വളരെ സന്തോഷം കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനിയും നമുക്ക് കുറച്ച് പേരുടെ ഉണ്ടോ? റോയ്റ്റി തോമസ്. റോയ്റ്റി തോമസ്, ഹലോ. എത്ര ക്ലാസ്സിലെ കുട്ടിയാ? ഗുഡ് ഈവനിങ്. 5ാം ക്ലാസ്സിലെ കുട്ടിയാ അല്ലേ? എവിടെയാ വീട്? എവിടെ? തൃശ്ശൂർ അല്ലേ? ഓക്കെ. ആദ്യം എഴുതുന്നതാണല്ലോ അല്ലേ പരീക്ഷ? 2ാമത്തെ തവണ എഴുതുന്നതാണ്. ആദ്യത്തെ തവണ എത്രയുണ്ടായിരുന്നു റാങ്ക്? 42. എങ്ങനെയാ ഇത് 3rd-ലേക്ക് എത്തിയ? ട്രൈ ചെയ്തു എന്ന് മനസ്സിലായി. കൂടുതൽ പഠിച്ചോ അതെയോ പരീക്ഷയുടെ രീതി മനസ്സിലായതാണോ? എന്താണ് കാര്യം? കൂടുതൽ പഠിച്ചു. പരീക്ഷയുടെ രീതി മനസ്സിലായതിൽ ഗുണമുണ്ടായിരുന്നോ? ഓക്കെ, കൊള്ളാം കേട്ടോ. നല്ല മിടുക്കനാണ്. 2ാമത് ട്രൈ ചെയ്തതിൽ വളരെ സന്തോഷം കേട്ടോ. അതുമല്ല, നല്ല റാങ്ക് വാങ്ങിയതിലും വളരെ സന്തോഷം. ഓക്കെ. ഇനിയും നമുക്ക് റബേക്ക പറഞ്ഞു. എത്രാം ക്ലാസ്സാണ് റബേക്ക? 8ലാണ്. 9th-ലേക്കുള്ള കുട്ടി അല്ലേ? ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കാണ് അല്ലേ? അപ്പോൾ അല്പം കടുപ്പത്തിലായിരിക്കും പഠിപ്പിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല അല്ലേ? അത്ര കടുപ്പമൊന്നുമല്ല, പഠിപ്പിൽ കടുപ്പമൊന്നുമല്ല. നമ്മൾ ഇച്ചിരിയും കൂടെ നല്ല സബ്ജക്റ്റ് എടുക്കും എന്ന് ഓർത്താൽ മതി കേട്ടോ. റബേക്കയുടെ വീട് എവിടെയാ? പാലക്കാടാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. ഇനി ഉള്ള കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർ പ്രദീപ് സാർ വരുന്നുണ്ട്. പ്രദീപ് സാറിനോട് സംസാരിക്കാം. ഓക്കെ, പ്രദീപ് സാറിൻ്റെ വാക്കുകളോട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്തു. നമ്മുടെ ടോപ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പ്രത്യേകം കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം മുതലാണ്. അതായത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുന്നു. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി
ആ ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുക. നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്, വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ആ സബ്ജക്റ്റുകളിൽ നമുക്കൊരു താല്പര്യം ജനിച്ചെങ്കിലാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് അതായത് നമ്മളെപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുകയും പോകുന്നത് ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ നമ്മൾ ഈ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 6ലും 7ലും നമ്മൾ സയൻസിൻ്റെ ബേസുകളും അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ 8ലേക്ക് എത്തുന്നതോടുകൂടി ഏതാണ്ട് ഒരു 50% സ്കൂൾ സിലബസിനോടൊപ്പം തന്നെ 50% എന്ന് പറയുന്നത് ഹൈ അഡ്വാൻസിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ അത് കുട്ടികൾ അറിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ തലത്തിൽ എല്ലാവർക്കും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലേക്ക് വരുന്നത് 8ാം ക്ലാസ് മുതലാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ ഈ വിവിധ തരത്തിലുള്ള ഒളിമ്പ്യാഡുകൾ, അതായത് ഇപ്പം നമുക്ക് പറയാം NMMS ഉണ്ട്, നാഷണൽ ആൻഡ് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, അതായത് എയ്ഡഡ് സ്കൂളിൽ ഗവൺമെൻറ് ഓഫ് കേരള കണ്ടക്ട് ചെയ്യുന്നതാണ്. എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് ഒരു സ്കോളർഷിപ്പോട് കൂടി മുന്നോട്ടുള്ള ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പ് നടത്തുന്നത് 8ാം ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾ ഒളിമ്പ്യാഡ് ഉണ്ട്. ഒളിമ്പ്യാഡ് എഴുതാനുള്ള പ്രായം എന്ന് പറയുന്നത് 8ൽ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം, അതാണ് പറയുക. അപ്പോൾ 8ാം ക്ലാസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറിയാനുള്ള ആഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പോൾ അതിന് ശരിക്കും 8ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ആരംഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ടാകും ഈ കൂട്ടത്തിൽ. പക്ഷേ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ അതിനു മുമ്പേ നമ്മൾ എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്തിരിക്കണം എന്നറിയണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 6ാം ക്ലാസ് തൊട്ട് നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഈ ബ്രില്യൻറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചേരാനുള്ള, നമ്മൾ പറയാം നിങ്ങളെല്ലാവരും സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി അതിൽ ക്വാളിഫൈ ചെയ്തു വന്നവരാണ്. അന്ന് അപ്പിയർ ചെയ്ത എല്ലാവരും ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇതിലൊരു കട്ട് ഓഫ് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്കൂൾ ലെവലിലെ പഠിത്തത്തെ ബാധിക്കാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പരീക്ഷയിൽ തെളിയിച്ച മിടുക്കന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ധൈര്യമായി നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ നമ്മൾ സയൻസിലും മാത്സിലുമാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ക്ലാസ്സുകൾ നമ്മുടെ ആരംഭിക്കുന്നത് സന്തോഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസം ആരംഭിക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് 2 ബാച്ചിലേക്ക്, അതായത് ഓഫ്ലൈൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം, അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഏത് വേണേലും നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ എന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 8ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സയൻസ് ഒളിമ്പ്യാഡ് വരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റണ്ട് ഒളിമ്പ്യാഡുകളുണ്ട്. ഈയിടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ മാത്സ് ഒളിമ്പ്യാഡിൻ്റെ റിസൾട്ട് വന്നിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് മാത്സ് ഒളിമ്പ്യാഡിലേക്ക് പോകാം. മാത്സ് ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒളിമ്പ്യാഡാണ് മാത്സ് ഒളിമ്പ്യാഡ്. അവിടെ നോർമലി അവരുടെ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ്, അല്ലെങ്കിൽ +1, അല്ലെങ്കിൽ +2. ഇതെല്ലാം നമുക്ക് എലിജിബിൾ ആണ്. അപ്പോൾ ഉറപ്പായും നമുക്ക് ഈ ഒളിമ്പ്യാഡിലേക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 8ാം ക്ലാസ് മുതലുള്ള എല്ലാവർക്കും ഈ ഒളിമ്പ്യാഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ കുറേ പേര് ഒളിമ്പ്യാഡ് അപ്പിയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ 2 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്ന് സ്റ്റേജ് 1 എന്ന് പറയും, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്ന് പറയും, INMO എന്ന് പറയും. അപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 3 കുട്ടികളാണ് INMOയിലേക്ക് ക്വാളിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം ആ 3 കുട്ടികളിൽ 2 കുട്ടികളും നമ്മുടെ ഫൗണ്ടേഷനിൽ പഠിച്ച ഇപ്പോൾ +1ൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്.
അപ്പോൾ അവരൊക്കെ +1 എത്തിയപ്പോൾ INMO ക്വാളിഫൈ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക് ഒരിക്കലും +1 ആരംഭിച്ചതല്ല, മറിച്ച് 8ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഇവിടെ ആരംഭിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ധൈര്യപൂർവ്വം ചേരാം. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉറപ്പായും നമുക്ക് കിട്ടിയിരിക്കും. അപ്പം മാത്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ് മുതൽ +1 വരെയുള്ള +2 വരെയുള്ളവർക്ക് അപ്പിയർ ചെയ്യുന്നത് സിലബസ് കാണിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ +2കാർ എഴുതുന്ന അല്ലെങ്കിൽ +1കാർ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അപ്പിയർ ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടുമോ? ഉറപ്പായും കിട്ടിയിരിക്കും. ഒരിക്കലും പഠിക്കുന്ന ക്ലാസ്സോ കാര്യങ്ങളോ അല്ല റിസൾട്ടിനെ ബാധിക്കുക, നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഞാനിവിടെ റിസൾട്ട് കാണിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നല്ല റിസൾട്ട് നല്ല പേഴ്സൻറ്റേജ് ഉള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെയുള്ള വേരിയസ് ഒളിമ്പ്യാഡിലേക്ക് അപ്പിയർ ചെയ്യാൻ കഴിയും. അതിനുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനോടൊപ്പം ഉണ്ട്. അതിൻ്റെ മോഡൽ ടെസ്റ്റുകളുണ്ടാകും, അതിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകളും ഉണ്ടാകും. ഇത് മാത്സ് ഒളിമ്പ്യാഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ IJSO എന്ന് പറയും, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ ജൂനിയർ സയൻസ് എന്നാണ് പറയുക. പക്ഷേ അവിടെ 8ലും 9ലും പഠിക്കുന്നവർക്കാണ് ജൂനിയർ സയൻസ് അപ്പിയർ ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ ജൂനിയർ സയൻസ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിക്കഴിഞ്ഞാൽ അവർ ജൂനിയർ അല്ല, നേരെ തിരിച്ച് സീനിയർ ആയിരിക്കും. സീനിയർ സയൻസ് ഒളിമ്പ്യാഡാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പം സീനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ നോർമലി 10, +1, +2 ലെവലിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഓർക്കും ഈ 10ാം ക്ലാസ്സുകാർക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണോ? അല്ല, 10ലും +1നും +2ലും നടക്കുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും പരീക്ഷ നടക്കുക. അപ്പോൾ സീനിയർ സയൻസ് ഒളിമ്പ്യാഡിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ അവിടെ സെപ്പറേറ്റായി, അതായത് ഇൻ ഫിസിക്സ് ഒളിമ്പ്യാഡ് ഇൻ ഫിസിക്സ് വരും, ദെൻ കെമിസ്ട്രി വരും, ദെൻ ആസ്ട്രോണമി വരും, ദെൻ അതുപോലെ തന്നെ ബയോളജി വരും. നമുക്ക് ഈ സയൻസ് സബ്ജക്റ്റുകൾ 4 ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് അപ്പിയർ ചെയ്യാം. ഇനി 4 നിങ്ങൾ അപ്പിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ 4 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള നമ്മൾ അറിയാതെ പോകുന്ന പല പല നല്ല സ്കോളർഷിപ്പുകളോട് കൂടിയ ഒളിമ്പ്യാഡുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ്, അതായത് ഇപ്പോൾ ഇവിടെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 8, 9, 10 പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റ് വഴി തന്നെ ഇത് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ ബ്രില്യൻറ്റിലേക്ക് ചേർന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾക്കോ ആർക്ക് വേണേലും ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 200 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫെബ്രുവരി 12-ാം തീയതിയാണ് ഓൺലൈൻ മോഡിൽ നടക്കുക. ഈ അപ്പിയർ ചെയ്യുന്ന കുട്ടികളിൽ 10% കുട്ടികളെ നമ്മൾ സ്റ്റേജ് 2ലേക്ക് ക്വാളിഫൈ ചെയ്യും. അതിനനുസരിച്ച് സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് നമ്മൾ നല്ല ആകർഷണീയമായ സ്കോളർഷിപ്പുകൾ, അത് ബ്രില്യൻറ്റിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ആ ഒരു സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അപ്പം ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് BSOടെ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 8ലും 9ലും 10ലും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് അപ്പിയർ ചെയ്യാം. കാരണം ഇതുപോലത്തെ വിവിധ തരത്തിലുള്ള ഒളിമ്പ്യാഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് നല്ല റിസൾട്ട് മേടിച്ചിട്ടുള്ളവരാണ് നമ്മൾ കഴിഞ്ഞ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴും JEEയുടെ റിസൾട്ട് വന്നപ്പോഴും ഒക്കെ ഏതാണ്ട് നമ്മുടെ പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ കണ്ടിട്ടുള്ള, ഇപ്പം നീറ്റിൻ്റെ അല്ലെങ്കിൽ JEEയുടെ ഒക്കെ റിസൾട്ടേക്ക് നമുക്കറിയാം തോമസ് വിജു ഒക്കെ. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ചെറുപ്പത്തിലെ ട്രെയിനിങ് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾക്ക് തറയിട്ട് തുടങ്ങിയിരുന്നു. അതുപോലെ നന്ദിത, അങ്ങനെയുള്ള എല്ലാവരും, പണ്ടത് ഗൗരി ശങ്കർ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ലോകത്തിലൂടെ പോകുമ്പോൾ നമ്മളും മാറി നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഉറപ്പായും ഇനി ഫൗണ്ടേഷനിലേക്ക് ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പലരും, ഞാൻ സന്തോഷ് സാറ് പറഞ്ഞപ്പം, ഇത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരാളും കരുതരുത്. നമ്മളിതൊരു സ്കൂളിൽ മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയല്ല.
നമുക്ക് സ്കൂളിനേക്കാൾ കുറച്ചുകൂടെ ഹയർ തിങ്കിങ് സ്കില്ല്, സ്കൂളിൽ ജനറലി ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സിൽ വന്നാൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ അത് ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പരമാവധി നെഗറ്റീവ് മാർക്കൊക്കെ കുറച്ച് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ് ഉറപ്പായും നമ്മൾ പറഞ്ഞതുപോലെ നീറ്റിലും IIT-ലും ഒക്കെ നമ്മൾക്ക് കേരളത്തിനെ അതിശയിപ്പിക്കുന്ന റിസൾട്ട് കരസ്ഥമാക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയുന്നതാണ്. അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഏപ്രിൽ മാസത്താണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുക. ക്ലാസ്സുകൾ നമുക്ക് ഓഫ്ലൈൻ മോഡിലുണ്ട്, ഓൺലൈൻ മോഡിലുണ്ട്. ആദ്യം ഞാൻ ജസ്റ്റ് ഓൺലൈൻ മോഡിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറയാം. നമുക്ക് 6, 7, 8 ക്ലാസ്സുകാർക്ക് നമുക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും നമ്മൾ 2 മണിക്കൂറിൻ്റെ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അത് വെളുപ്പിനെ 1 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവായിരിക്കും. ഓരോ ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് അതിൻ്റെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യും. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷന് ശേഷം നമ്മൾ എക്സാമിലേക്ക്, ഇതുപോലത്തെ ഓൺലൈൻ എക്സാമിലേക്ക് കടക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു മാത്സ്, ഒരു ബയോളജി ചാപ്റ്ററുകൾ കഴിയുമ്പോൾ, അതിൻ്റെ എക്സാമും കഴിയുമ്പോൾ നമ്മൾ ഒരു മോഡൽ എക്സാമിലേക്ക്, മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നീറ്റ് രീതിയിൽ ഒരു 2 മണിക്കൂറിൻ്റെ 120 ക്വസ്റ്റ്യൻ്റെ അടങ്ങിയ ഒരു മോഡൽ എക്സാം ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിൽ മാസം നമ്മുടെ ക്ലാസ്സുകൾ 6, 7, 8 ഓൺലൈൻകാർക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളും 9, 10 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് വരുന്ന കുട്ടികൾക്ക് നമുക്ക് 4 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അത് ജൂൺ മാസം, നമുക്കറിയാം കേരളത്തിലെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ജൂൺ മാസം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജൂൺ മാസം മുതൽ നമ്മുടെ ക്ലാസ്സുകൾ പോവുക സാറ്റർഡേ, സൺഡേ എന്നുള്ള രീതിയിലായിരിക്കും. സാറ്റർഡേ, സൺഡേ 2 മണിക്കൂർ, സാറ്റർഡേ എക്സാം ഉണ്ടാകും, സൺഡേയിൽ 4 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഓരോ മാസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്, നിങ്ങളെല്ലാവരും ഓഫ്ലൈനിൽ വരാൻ താല്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ കഴിയുന്നവരാണ്. അപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററുകൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കോഴിക്കോട് ദേവഗിരി ക്യാമ്പസിനടുത്തുണ്ട് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ്. തൃശ്ശൂരുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് നമുക്ക് 2 സെൻറ്ററുണ്ട്. ഒന്ന് തേവര സെൻറ്ററുണ്ട്, പിന്നെ മേരിമാത കാക്കനാട് സെൻറ്ററിന് മേരിമാത സ്കൂളിനടുത്തുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് കടക്കുമ്പോൾ ഇടുക്കിയിൽ നമുക്ക് തൊടുപുഴയിലുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പാലായിലുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാഞ്ഞിരപ്പള്ളി സെൻറ്ററുണ്ട്. മാന്നാനം മാന്നാനം സ്കൂളിന് സമീപം സെൻറ്ററുണ്ട്. ചങ്ങനാശ്ശേരിയിൽ സെൻറ്ററുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പം കൊല്ലത്തേക്ക് വന്നു കഴിയുമ്പോൾ കൊല്ലം UNS കോളേജ് പള്ളിമുക്കിൽ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ നമുക്ക് സെൻറ്ററുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരുത്തിപ്പാറ, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമുക്ക് സെൻറ്ററുണ്ട്. പരുത്തിപ്പാറ അല്ലെങ്കിൽ നാലാഞ്ചിറ, അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ഏപ്രിൽ മാസമായിരിക്കും. ഏപ്രിൽ മാസം മൺഡേ ടു സാറ്റർഡേ നമുക്ക് 6, 7, 8, 9, 10 ക്ലാസ്സുകാർക്ക് മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സുകൾ ഉണ്ടാകും. ഏപ്രിലും മെയ്യിലും സ്കൂൾ തുറക്കുന്നത് വരെ ഏപ്രിലും മെയ്യിലും നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സുകളുണ്ടാകും. അതുപോലെ തന്നെ ജൂൺ തൊട്ട് നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ജൂൺ തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും നമ്മൾ പറഞ്ഞിരുന്നു. 6നും 7നും നമ്മൾ സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആണ് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നത്. 8, 9, 10 ക്ലാസ്സുകാർക്ക് നമുക്ക് ജൂൺ തൊട്ട്, അതായത് പള്ളിയിൽ പോകുന്ന കുട്ടികൾ, അതായത് കാറ്റക്കിസമുള്ള കുട്ടികൾക്ക് നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാല, മാന്നാനം, എറണാകുളം, ചങ്ങനാശ്ശേരി സെൻറ്ററുകളിലാണ്. അവരെല്ലാവരും അങ്ങനെ പള്ളിയിൽ പോകുന്നവരുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് സെക്കൻഡ് സാറ്റർഡേ ക്ലാസ്സുകളുണ്ട്. പിന്നെ പബ്ലിക് ഹോളിഡേയ്സും ക്ലാസ്സുകളുണ്ടാവും. ഇനി പള്ളിയിൽ പോകുന്നില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഫസ്റ്റ്, തേർഡ്, ഫോർത്ത് സൺഡേ 8ാം ക്ലാസ്സിന് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ 9നും 10നും എല്ലാ സൺഡേയിലും ഫുൾ ഡേ ക്ലാസ്സുകളുണ്ട്.
അപ്പം ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ. ഇനി ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഓണം, ക്രിസ്മസ്, പൂജ, ഹോളിഡേയ്സ് ആ ഒരു സമയത്തും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഷെഡ്യൂള്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇപ്പം ക്ലാസ്സിൻ്റെ രീതികളും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇതിൻ്റെ ഫീസ് കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഫീസ് നമുക്ക് 6ലേക്ക് വരുന്ന കുട്ടികൾക്ക് 35,000, ഓൺലൈൻ പ്ലസ് ക്ലാസ് റൂം വരുന്നവർക്ക് 35,000 പ്ലസ് GST ആണ്. ഓൺലൈൻകാർക്ക് 20,000 പ്ലസ് GST ആണ്. ദെൻ 7ലേക്ക് വരുന്നവർക്ക് 35,000 പ്ലസ് GST, ഓൺലൈൻകാർക്ക് 25,000 പ്ലസ് GST. ദെൻ അതുപോലെ തന്നെ 8ലേക്ക് വരുന്നവർക്ക് 35,000 പ്ലസ് GST, ദെൻ ഓൺലൈൻകാർക്ക് 25,000 പ്ലസ് GST. ദെൻ 9നും 10നും 45,000 പ്ലസ് GST, ഓൺലൈൻകാർക്ക് 30 പ്ലസ് GST. ഇതാണ് കോഴ്സിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ കോഴ്സ് ഫീസിൻ്റെ സ്ട്രക്ചർ. അപ്പം നമുക്ക് സ്കോളർഷിപ്പ്, അതായത് ഇതിന് ഈ ഫീസിനേക്കാൾ കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് 10,000 അടിച്ച് അവരുടെ സീറ്റ് കൺഫർമേഷൻ എടുക്കാം. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയ കുട്ടികൾക്ക് നിങ്ങൾ അടയ്ക്കുന്ന 10,000ഉം അതുപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പും കൂടെ പിന്നീട് ഏപ്രിൽ മാസം നമ്മളത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി എല്ലാവർക്കും, അതായത് ഇതിനേക്കാൾ കുറവ് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ ബാക്കി എമൗണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആകും. അത് ഞായറാഴ്ച രാവിലെ, അതായത് 10-ാം തീയതി രാവിലെ 10 മണി തൊട്ട് 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സീറ്റ് കൺഫർമേഷൻ എടുക്കുന്നവർക്ക് നമ്മളൊരു പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ, അത് ജനുവരി മാസം തൊട്ട് പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പ്രിപ്പറേറ്ററി ക്ലാസ്. കാരണം നമുക്കിപ്പോൾ ബ്രില്യൻറ്റിൽ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ റണ്ണിങ് ആണ്, അവരോടൊപ്പമാണ് നമ്മളിരിക്കുന്നത്. അപ്പം എപ്പോൾ വന്നാലും നമ്മൾ അവരോടൊപ്പം ഓടിയെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് കുറച്ച് ബേസിക് കാര്യങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അത് ഫെബ്രുവരി, ജനുവരി മാസങ്ങളിലായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുന്നവരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമായിരിക്കും മേടിക്കുക. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നവരെ വീണ്ടും ഇവിടുന്ന് കോൺടാക്റ്റ് ചെയ്ത് ഓഫ്ലൈൻ താല്പര്യമുള്ളവർ ഏത് സെൻറ്റർ എന്നൊരു കൺഫർമേഷൻ കൂടെ കിട്ടി അതിൻ്റെ പേയ്മെൻറ്റ് അഡീഷണലായിട്ട് പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അത് ഓഫ്ലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ ഏപ്രിൽ മാസം അടച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ച് മാത്രം നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യുക എന്നോർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട്, കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം ഏത് സെൻറ്ററിൽ പഠിച്ചാലും എല്ലാവരുടെയും റാങ്ക് ലിസ്റ്റ് നമ്മൾ ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നമ്മൾ റിലീസ് ചെയ്യുക. അപ്പം എവിടെ പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും നമ്മൾ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് അല്ല, ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പോവുക. അതായത് നിങ്ങളെ അനാലിസിസ് നടത്തുന്നത് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള കുട്ടികളെ വെച്ച് തന്നെയായിരിക്കും. ഓഫ്ലൈന് വേറൊരു റാങ്ക് ലിസ്റ്റ്, ഓൺലൈന് മറ്റൊരു റാങ്ക് ലിസ്റ്റ്, അങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഞങ്ങൾ എത്രമാത്രം പറഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ ഡൗട്ടുകൾ ഉണ്ടാകാം. നമുക്ക് സെൻറ്റർ ഞാൻ പറഞ്ഞിരുന്നു, ഫീസ് പേയ്മെൻറ്റ് നടത്തുന്നവരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് സെൻറ്ററിലാണോ വരുന്നത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് നിങ്ങൾ സെൻട്രൽ ലൊക്കേഷൻ നടക്കുക. ചങ്ങനാശ്ശേരി സെൻറ്റർ നമ്മൾ ഫാത്തിമപുരം SH സ്കൂളിൽ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയ സ്കൂൾ തന്നെയായിരിക്കും. നൈപുണ്യ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സെൻറ്റർ അല്ല, നമുക്ക് മേരി മാതയായിരിക്കും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സെൻറ്റർ. ഏപ്രിൽ മെയ് മാസം നമ്മൾ മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സുകളുണ്ടാകും. നമ്മളിത് റിപ്ലൈ തന്നത് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നതിന് റിപ്ലൈ തന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ മിക്കവാറും 9 തൊട്ട് 3:30 അല്ലെങ്കിൽ 4 മണി, അല്ലെങ്കിൽ 8:30 തൊട്ട് 3:30 ഓർ 4 മണി നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിങ് അതായിരിക്കും. സൺഡേയുടെ ക്ലാസ് ടൈമിങ് നമ്മൾ പറഞ്ഞ സൺഡേ ക്ലാസ് ഫുൾ ഡേ ക്ലാസ് വരുന്നവർക്ക് 9 to 4, ദെൻ ആഫ്റ്റർനൂൺ അതായത് പള്ളി പോയിട്ട് വരുന്ന കുട്ടികൾക്ക് ഒരു 1:30 അല്ലെങ്കിൽ 2 to 5:30 ആയിരിക്കും ക്ലാസ്സിൻ്റെ ടൈമിങ്. സെൻറ്റർ നമുക്ക്
ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ അല്ലെങ്കിൽ പരുത്തിപ്പാറ വെച്ചിട്ടായിരിക്കും ക്ലാസ് നടക്കുക. നമ്മുടെ കൊല്ലത്ത് യൂനിസ് കോളേജിൻ്റെ ക്യാമ്പസ്, ബെർലിൻ്റെ ക്യാമ്പസ് ഉണ്ട്, അതിൽ വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. ദെൻ ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ SH ഫാത്തിമാപുരം സ്കൂള് വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. KE മാന്നാനം ഉണ്ട്. ദെൻ അതുപോലെ തന്നെ പാല മുത്തോലി നമ്മുടെ ക്യാമ്പസ് ഉണ്ട്. ദെൻ അതുപോലെ തൊടുപുഴ നമുക്ക് വാഴക്കുളത്ത് വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. ദെൻ നമ്മൾ തൃശ്ശൂർ നമുക്ക് അയ്യന്തോൾ നമ്മുടെ ബെർലിൻ്റെ ക്യാമ്പസ് ഉണ്ട്, അവിടെ വെച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. എറണാകുളത്ത് തേവര SH തേവര നമുക്ക് ബെർലിൻ്റെ ക്യാമ്പസ് ഉണ്ട്, അവിടെയുണ്ട്. അതുപോലെ തന്നെ കാക്കനാട് മേരി മാതാ സ്കൂളിന് സമീപം നമുക്ക് ക്ലാസ്സുകളുണ്ട്. ദെൻ അതുപോലെ തന്നെ ദേവഗിരി കോഴിക്കോട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ക്യാമ്പസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ റണ്ണിങ് നടക്കുന്ന സ്ഥലങ്ങൾ. ഓൺലൈനിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ചാപ്റ്റർ തീർന്ന് കഴിയുമ്പോഴായിരിക്കും ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുക. അത് മിക്കവാറും ഇന്ത്യൻ ടൈം ഒരു 6 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അറേഞ്ച് ചെയ്യുക. ഹോസ്റ്റൽ സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. നമ്മുടെ ഷെഡ്യൂൾ, അതായത് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ 9ലും 10ലും പഠിക്കുന്ന കുട്ടികളെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു 6, 7, 8 ക്ലാസ്സുകളിൽ നമ്മൾ സ്കൂൾ സിലബസിനോടൊപ്പം തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുമ്പോൾ 9, 10 ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികളെ അവരുടെ സ്കൂൾ സിലബസിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് ഹയർ തിങ്കിങ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, അതായത് ഏതാണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ 9ാം ക്ലാസ്സിൽ നമുക്ക് +1 ലെവലിലുള്ള ചാപ്റ്ററുകളായിരിക്കും നമ്മൾ കവർ ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഏതാണ്ട് +2 ലെവലിലുള്ള ചാപ്റ്ററുകൾ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം നല്ല സക്സസ്ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരാൾ നോർമലി സ്കൂളിൽ, കാരണം അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സ്കൂളിൽ അവർ ടോപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും ടോപ്പർ ആകുന്നതോടുകൂടി തന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ഏതാണ്ടൊരു 80-70% കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കും. പക്ഷേ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർ ഓൾറെഡി സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, പക്ഷേ അവരുടെ അറിവിൽ അവർ +2 കഴിഞ്ഞിരിക്കും. നോർമലി അവർ +2ലേക്ക് ചെന്നോ അല്ലെങ്കിൽ +1ലേക്ക് ചെന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് 9ാം ക്ലാസ്സിൽ വെച്ച് 60 അല്ലെങ്കിൽ 70% കാര്യങ്ങൾ മനസ്സിലാക്കിയത് +1ലേക്ക് കയറിയിരുന്ന് മനസ്സിലാക്കുമ്പോഴത്തേന് അത് 90-95% മാറിയിരിക്കും. അപ്പോഴാണ് അവരുടെയൊക്കെ ആ ഒരു പ്രയോജനം കിട്ടുക. നമുക്കറിയാം നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് നീറ്റ് അല്ലെങ്കിൽ JEE എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആയി കാര്യങ്ങൾ മനസ്സിലായി എല്ലാം ചെയ്യാനും പഠിച്ചു. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് 9ഉം 10ഉം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നല്ല വിജയം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഗൗരി ശങ്കർ അങ്ങനെ ടോപ്പ് വന്നിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ആൾക്കാർ തന്നെയാണ്. കാരണം ഞാൻ പറയുന്നില്ല, ആ കുട്ടികളുടെ കമൻസുകൾ നമ്മുടെ ബ്രില്യൻ പാല ജൂനിയേഴ്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിലിടും. അത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു കോഴ്സിനെ പറ്റി ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അത് പഠിച്ച് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയവർ പറഞ്ഞ് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ബ്രില്യൻ്റ് ചേർന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ ഏതൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാമുകളാണോ നമ്മുടെ മക്കൾക്ക് എഴുതാൻ കഴിയുന്നത് അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസും കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിക്വയർമെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഏതൊക്കെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷനിലേക്ക് പോകാം. എന്തെങ്കിലും നമസ്തേ. എത്രയും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, കുഞ്ഞു കൂട്ടുകാരെ, സൂര്യ, ഹലോ ഹലോ സാറേ പറയൂ. സാറേ ഒരു ഡൗട്ട് ചോദിക്കാനാണ്. എന്റെ മകൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തായിരുന്നു. വാ. അത് 10,000 ഉണ്ടായിരുന്നു സ്കോളർഷിപ്പ്. ഞങ്ങൾ ചെയ്തപ്പം 25,000 ഉണ്ട്. അപ്പൊ ഞങ്ങള് കോഴ്സ് ഫീ ഒക്കെ അടച്ചത്. അപ്പൊ അത് റീഇംബേഴ്സ് ചെയ്യുമോ? റീഇംബേഴ്സ് ചെയ്തോളും കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ബിനു എം.
ഇതിപ്പോ എനിക്ക് കുറച്ച് ഡൗട്ട്സുകളുണ്ട്. അപ്പം നമ്മള് പറഞ്ഞത് വെച്ചിട്ട് ഈ ഓൺലൈൻകാർക്ക് ഏപ്രിൽ മെയ് സമയങ്ങളില് 9ാം ക്ലാസ്സിലാണ് എന്റെ മോൾ ഇപ്പൊ പോകുന്നത്. അപ്പൊ 4 മണിക്കൂർ വെച്ചാണ് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ 4 മണിക്കൂർ വെച്ച് ക്ലാസ് ഉണ്ട്. പിന്നെ ഓൺലൈൻ വരും. പക്ഷെ അത് ഓഫ്ലൈൻ ആണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ഈ ക്ലാസ്സിന് എത്ര ഡ്യൂറേഷൻ ആണ്? അതായത് ഞാൻ നോക്കുമ്പോ ഏപ്രിലില് എഫക്റ്റീവ്ലി ഓൺലൈൻ ആണെങ്കിൽ 12 മണിക്കൂറാണ് ഒരാഴ്ച ക്ലാസ് വരുന്നത്. ഓഫ്ലൈൻകാർക്ക് മൺഡേ ടു സാറ്റർഡേ ഉള്ളപ്പോൾ ഈ 12 മണിക്കൂർ എങ്ങനെയാണ്? എത്ര മണിക്കൂർ? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സുകാർക്ക് ഒരു ദിവസം 6 മണിക്കൂറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് എടുത്താലേ നമുക്ക് ഓൺലൈൻ ക്ലാസ് അത് 4 മണിക്കൂർ കൊടുത്താൽ ടോപ്പിക്ക് അത്രയും കവർ ചെയ്യും. ഓൺലൈനിൽ വേറെ ഇൻട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ, റെക്കോർഡഡ് അല്ലേ. അപ്പോൾ ആ ഒരു ടോപ്പിക് കണ്ടന്റ് രണ്ടും സെയിം ആയിരിക്കും. മൺഡേ ടു സാറ്റർഡേ ആണ് ഓഫ്ലൈൻ വരുന്നത് ഏപ്രിൽ മെയിൽ അല്ലേ? പിന്നെ സൺഡേ ഇപ്പം സാറ്റർഡേ സൺഡേ ഞാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഓൺലൈനും ഓഫ്ലൈൻ്റെയും നമ്മുടെ എക്സാം ടോപ്പിക്ക് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് തന്നെ ആയിരിക്കും പോവുക. ഈ ഓഫ്ലൈൻ ക്ലാസ്സില് സൺഡേ ഉള്ളി ബാച്ചും ഉണ്ട്, പിന്നെ സാറ്റർഡേ സൺഡേ ബാച്ചും ഉണ്ട്. സെലക്ടഡ് സെന്റേഴ്സില്. സാർ ഏത് ബാച്ചിന്റെ കാര്യം ഉദ്ദേശിച്ചത്? സൺഡേ എന്ന് വെച്ചാൽ പള്ളി പോകുന്നവരുടെ ബാച്ചാണോ ഉദ്ദേശിച്ചത്, മറ്റേതാണോ ഉദ്ദേശിച്ചത്? പള്ളി പോകുന്ന രണ്ടിനും രണ്ട് സമയമാണ്. ഇപ്പൊ സൺഡേ ഇപ്പം ആഫ്റ്റർനൂൺ ക്ലാസ് പറയുമ്പം ഈ ഒരു 1:30 or 2 o'clock to 5:30 വരെ ഉച്ച കഴിഞ്ഞ് വരുന്നവരുടെ ബാച്ചാണെങ്കിൽ, മറ്റവരുടെ ബാച്ചാണെങ്കിൽ 9 AM to 3:30 or 4 PM. 9 AM 3:30 or 4 PM. ഓക്കെ. അബ്ദുൽ ഹാദി, ഹലോ പറയൂ. കോഴിക്കോടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കോഴിക്കോട് ഈ ഫുൾ ടൈം സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞല്ലോ, അതുണ്ടാവോ? കോഴിക്കോട് അതുണ്ട്. കോഴിക്കോട് തൃശ്ശൂരെല്ലാം നമ്മൾ ഫുൾ ടൈം സൺഡേ ബാച്ചാ ഉള്ളത് കേട്ടോ. ഗോവിന്ദ് ഗിരീഷ്. ഹലോ. ഇപ്പൊ എന്താ 8th പഠിക്കുന്നത്? അപ്പൊ എന്താ 9th ആ കോഴ്സിനല്ലേ പേ ചെയ്യേണ്ടത്? അതെ, 9th ഫീസാണ് പേ ചെയ്യേണ്ടത്. താങ്ക് യു. പ്രണവ് ഉമേഷ് മേനോൻ. സർ ആക്ച്വലി എപ്പോഴാണ് പാലക്കാട് സെന്ററിൽ ഓഫ്ലൈൻ ആയിട്ട് ഞങ്ങളിത് കുറച്ചായി റിക്വസ്റ്റ് ചെയ്തു? അതെ, എനിക്ക് തോന്നുന്നു, അതാണ് എനിക്ക് തോന്നിയായിരുന്നു. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങള് അതെയല്ലേ, നമ്മളെ നിങ്ങളുടെ അടുത്ത് വരെ എത്തി, തൃശ്ശൂർ വരെ എത്തി കേട്ടോ. തൃശ്ശൂർ, എറണാകുളം എത്തി. പാലക്കാട് സെന്റർ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓഫ്ലൈൻ പഠിക്കാനാണ് ജാസ്തി ആഗ്രഹം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് കാരണമാണ് ഞങ്ങൾ ഷെയർ ചെയ്യണത്. ഓഫ്ലൈൻ ആണ് ബെറ്റർ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ സാർ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഒരു ഇതിലെ കുട്ടി സ്കോളർഷിപ്പ് ഉണ്ട്, അപ്പൊ അത് 1 year വാലിഡ് എങ്ങനെയാണ് സാർ? ഇത് 1 year ആണ് വാലിഡ് കേട്ടോ. ഇത് 1 year ആണ് വാലിഡ്. അതെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇയർ he'll again have to go for the scholarship exam. യെസ്, നമ്മൾ അടുത്ത ഇയറിലേക്ക് പ്രൊമോഷൻ ടെസ്റ്റ് വഴിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സ്കോളർഷിപ്പ് ആയിരിക്കും അപ്പോൾ കിട്ടുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇപ്പോൾ 5ൽ പഠിക്കുന്നവർ 6ലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരിക്കലും നിങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതേണ്ടി വരുന്നില്ല. ഈ ഒരു ബാച്ചിൽ നിൽക്കുന്നവർക്ക് അടുത്ത വർഷത്തേക്ക് വീണ്ടും പ്രൊമോഷൻ ടെസ്റ്റ് ആയിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രൊമോഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വിത്ത് സ്കോളർഷിപ്പ് തന്നെയാണ്. അതെ. ഓക്കെ, ഞാനത് മാനേജ്മെന്റിൽ അറിയിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ പാലക്കാട് MES പട്ടാമ്പി അല്ലേ, MES സ്കൂളിന് സമീപം ഒരു സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് പട്ടാമ്പിയിൽ. പട്ടാമ്പി വരെ എത്തിന്ന് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പട്ടാമ്പി വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പാർവതി നായർ.
സാറേ പാർവതിയുടെ പേരന്റാണ്. പറയൂ. ആദ്യം 10% അടച്ചാൽ മതിയോ? നമ്മൾ ആദ്യം സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി? അല്ല, ഇപ്പം നമ്മുടെ എമൗണ്ട് വരുന്നത് ഫുൾ എമൗണ്ട് തന്നെ. കാരണം നമുക്ക് ഇനിയിപ്പം ജനുവരി നമ്മൾ ക്ലാസ് ആരംഭിക്കും, അതുകൊണ്ടാണ്. അത് പ്രിപ്പറേറ്ററി ക്ലാസ് ആരംഭിക്കുവാണ് കേട്ടോ. ഫുൾ എമൗണ്ട് വരുവേ. പിന്നെ അതുപോലെ തന്നെ ഇത് 1 ഇയർ ഫീസ് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ട് വേറെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു സംശയമുണ്ട്. 30,000 സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഈ 45,000 GST ആണോ വരുന്നത്? ബാലൻസ് എമൗണ്ട് GST ഇപ്പം നമ്മൾ അടയ്ക്കേണ്ടത് ഏതാണ്ട് 45, 9ാം ക്ലാസ് അല്ലേ. അപ്പം ഇപ്പം 30+ GST വരുന്നത്. അപ്പം അത് ഇപ്പം അടയ്ക്കേണ്ടത് 27+ GST വരുള്ളൂ കേട്ടോ. 18% GST. 27,000 പ്ലസ് GST. പിന്നീട് 45 ആണ് ഓൺലൈനിൽ വരുന്നവർ അടയ്ക്കേണ്ടത്. അപ്പം ഓൺലൈനിൽ നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് നടത്തി കഴിയുന്നവരെ കോൺടാക്ട് ചെയ്തിട്ട് ഓൺലൈനിൽ വരുന്നവർക്ക് മാത്രം അഡീഷണൽ പേയ്മെൻറ്റ് ആക്റ്റീവ് ആവും കേട്ടോ. മനസ്സിലായില്ല സാർ. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വാങ്ങുക. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന എല്ലാവരെയും ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഓഫ്ലൈനിൽ വരുന്നവരുണ്ടെങ്കിൽ ഓഫ്ലൈൻ അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ ഫീസിനകത്ത് നമുക്ക് കണ്ടായിരുന്നല്ലോ 30ഉം 45ഉം അല്ല കണ്ടേ. അപ്പം ബാക്കി ഡിഫറൻസ് എമൗണ്ട് പിന്നീട് ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി കേട്ടോ. കാരണം നമ്മളിപ്പോൾ ജനുവരിയിൽ ഓൺലൈൻ ക്ലാസ് അല്ലേ ആക്റ്റീവ് ആവുന്നത്. ഇപ്പം 3000 രൂപ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ 27+ GST വരുന്നു. ഇവിടെ വരുമ്പോൾ ബാക്കി 27+ GST എന്ന് പറയുന്നത് ബാക്കി ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് ബാക്കി വരുന്നു കേട്ടോ. 27 എന്ന് പറയുമ്പോൾ ബാക്കി 42+ GSTയുടെ വ്യത്യാസം വരും കേട്ടോ. ക്ലിയർ ആയോ? 30,000. അപ്പോൾ 27+ GST ഇപ്പം അടയ്ക്കുക. ബാക്കി ഈ ഒരു ഡിഫറൻസ് 15ൻ്റെ ഡിഫറൻസ് ഉണ്ട് ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ. ബാക്കി 15+ GST പിന്നീട് ഏപ്രിൽ മാസം ക്ലാസ് ആരംഭിക്കുമ്പോൾ മാത്രം അടച്ചാൽ മതി കേട്ടോ. ജേക്കബ്, എത്രാം ക്ലാസ്സിൻ്റെ മോനെ? 7th ഓൺലൈൻ ഓഫ്ലൈൻ? ഞാൻ പറഞ്ഞല്ലോ 9 മണി തൊട്ട് 4 മണി വരെ കേട്ടോ. ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് ഫെബ്രുവരി വരെ കേട്ടോ. അത് പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ. അത് റെക്കോർഡഡ് ആയിട്ട് പ്രൊഫൈലിൽ ആക്റ്റീവ് ആകും കേട്ടോ. ആവണി ടി എ ആവണി പറയൂ സാർ. സാർ, എന്റെ സംശയം തന്നെയായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ 6th മോളൊക്കെ നെക്സ്റ്റ് 6th ആ കുട്ടിയുടെ. അപ്പം ടൈമിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനായിരുന്നു. ഓക്കെ, നമ്മുടെ ടൈമിങ് ഞാൻ പറഞ്ഞില്ല. ചില സെൻറ്ററിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ചിലയിടത്ത് 8:30 ആരംഭിക്കും, ചിലയിടത്ത് 9 മണിക്ക് ആരംഭിക്കും കേട്ടോ. ചിലരൊക്കെ ട്രെയിന് വരുന്നവർ, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ കുറച്ച് കുട്ടികൾ ട്രെയിന് വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ 9 മണിക്കായിരിക്കും ആരംഭിക്കുക. ട്രിവാൻഡ്രത്താണ്. അപ്പം നോർമലി ഒരു 8:30 or 9 o'clock. 8:30 ആരംഭിക്കുകയാണെങ്കിൽ ഈവനിങ് 4 o'clock ആയിരിക്കും. ജൂൺ ടൈമിങ് സെയിം ആയിരിക്കും, വ്യത്യാസം വരില്ല കേട്ടോ. സാറ്റർഡേ സൺഡേസ് ഡേയ്സ് മാത്രമേ മാറുള്ളൂ. റോൺ അരുൺ. സാർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതി അഡ്മിഷൻ കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ 10,000 അടച്ചായിരുന്നു. അപ്പോ ഇപ്രാവശ്യം ഒന്നുകൂടെ 10,000 അടച്ച് രജിസ്റ്റർ ചെയ്യണം? വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ കൺഫേം ചെയ്തോണ്ട് ഇത്തവണ അഡ്മിഷൻ എടുക്കണ്ട കേട്ടോ. പിന്നെ സാർ, ഈ പ്രാവശ്യം 45,000 സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം അടച്ച 10,000 തിരിച്ചു കിട്ടുമോ? തീർച്ചയായിട്ടും. അതും പിന്നെ നമുക്ക് 10,000 തിരിച്ചു കിട്ടും. നീ എത്രാം ക്ലാസ്സിലോട്ടാ? 9th. അപ്പം 10,000 റിട്ടേൺ വരും, റീഫണ്ട് വരും. പിന്നെ ഓൺലൈൻ ആണ് എടുക്കുന്നത്. അപ്പോ 45,000 അല്ല, അപ്പൊ 25,000 വരും. അപ്പൊ ബാക്കിയുള്ള കാശ് ഇങ്ങോട്ട് കിട്ടുമോ? കിട്ടും, അക്കൗണ്ടിൽ വരും. ആദിത്യ രാജ്. ഇതിന്റെ ബ്രദറിന് വേണ്ടിയായിരുന്നേ. പറയൂ.
ഈ ബ്രദർ പാർട്ട് 9th പോകുന്നത്. സോ പ്രിപ്പറേറ്റീവ് ക്ലാസ് അവർക്കും ഉണ്ടാവും? എല്ലാവർക്കും ഉണ്ട്. മിക്കവാറും മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 9th-നും 10th-നും, കാരണം അവരാണ് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർ കേട്ടോ. റെക്കോർഡഡ് കാരണം പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളല്ലേ. സോ അത് കഴിഞ്ഞ സാറ് പറഞ്ഞ ഏപ്രിൽ തൊട്ട് ജൂൺ വരെ ക്ലാസ്സസും രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്, ഈവനിങ് വരെ. ഓൺലൈൻ ആണോ? അല്ല, ഓഫ്ലൈൻ മാച്ചാണ്. രാത്രി വരെ ഒന്നുമില്ല, ഈവനിങ് വരെ ഉണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ ശേഷം സ്കൂൾ തുറന്ന ശേഷം വീക്കെൻഡിലേക്ക് മാറുന്നു. ഓക്കെ, താങ്ക് യു. പ്രിയന എം എസ്. പ്രിയന എം സാബു. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാറേ. 8th-ലെ സൺഡേ ബാച്ചസ് കൊല്ലത്ത് എപ്പോ തുടങ്ങും? കൊല്ലത്ത് കാണൂല, ചങ്ങനാശ്ശേരിയിലായിരിക്കും വരിക കേട്ടോ. കൊല്ലത്ത് സൺഡേ ബാച്ച് ഫുൾ ഡേ ബാച്ച് ആയിരിക്കും വരിക കേട്ടോ. സൺഡേ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് കൊല്ലത്തില്ല, അത് ചങ്ങനാശ്ശേരിയിലേ ഉള്ളൂ. അതായത് നമ്മുടെ കാറ്റഗിസം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ എറണാകുളം, ചങ്ങനാശ്ശേരി. സൺഡേ സ്കൂള് അത് നിങ്ങൾ തീരുമാനിക്കുക, രണ്ടും ഒരുപോലെ തന്നെയാണ്. ശ്രീകുമാർ. സാർ നമസ്കാരം. നമസ്തേ സാർ, എനിക്ക് 1-2 ഡൗട്ടുകളുണ്ട്. അതായത് നമുക്കിപ്പം എന്റെ മകൻ ഓൾറെഡി സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കമ്മിങ് ടെസ്റ്റ് കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അതിന് നമുക്ക് അപ്പീർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം സാറിന് ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം, എന്നിട്ട് അതിന് അപ്പിയർ ചെയ്യാം. അപ്പോൾ അതിന് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കോളർഷിപ്പ് എമൗണ്ട് റീഫണ്ട് ചെയ്യും. ഇൻ കേസ് ഇവിടെ നമ്മൾ അഡ്മിഷൻ എടുത്തില്ല, അപ്പോൾ അടുത്ത സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാൻസ് പോകും. ഓക്കെ. അപ്പൊ നമുക്കിപ്പം അഡ്മിഷൻ എടുക്കാനായിട്ട് ഓൺലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിഷ്യലി 10,000 അടച്ചിട്ടാണ് ഞാൻ സീറ്റ് ഉറപ്പിക്കേണ്ടത് അല്ലേ? ഇനിഷ്യലി സാറിന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10,000 അടയ്ക്കുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ ടോട്ടൽ ഫുൾ എമൗണ്ട് ആയിരിക്കും, ഓൺലൈനിൻ്റെ എമൗണ്ട് ആയിരിക്കും വരിക. ഇപ്പോൾ എത്രയിലോട്ടാ? 8th-ലേക്കാണെങ്കിൽ 25,000 പ്ലസ് GST സ്കോളർഷിപ്പ് 30 പ്ലസ് GST നമുക്ക് വരിക കേട്ടോ. മേ ബി ഇൻ ഫെബ്രുവരി. അപ്പൊ സാർ ഈ ജനുവരിയിലെ ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്രിപ്പറേറ്ററി ക്ലാസ് ഇവർക്ക് ബാധകമല്ലല്ലോ അല്ലേ? പേയ്മെന്റ് നടത്തുന്നവരെ കൂട്ടി നമ്മൾ ജനുവരി പ്രിപ്പറേറ്ററി ക്ലാസ് ഈ ബാച്ചിന് കൊടുക്കും. ഫെബ്രുവരിയിലെ സ്ക്രീൻ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാർച്ച് മാസം പ്രിപ്പറേറ്ററി ക്ലാസ് കൊടുക്കും. ആരാ? പാർത്ഥിവ്. സർ, പാർട്ടിയുടെ പാരന്റ് ആണ്. പറയൂ സർ. സെയിം ഡൗട്ട് ആണ്. ഫസ്റ്റ് ടൈം ആണ് എഴുതുന്നത് കുട്ടി. അപ്പം അറിയില്ലായിരുന്നു ഇങ്ങനെ 2-3 പ്രാവശ്യം ഇനി സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നുള്ളത്. അപ്പം പ്രൊഫൈൽ ഇപ്പം രണ്ടാമത് രജിസ്റ്റർ കണ്ടപ്പോഴാണ് കൺഫ്യൂഷൻ ആയത്. അപ്പൊ ഇപ്പൊ ഒരു പാരന്റ് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 2 പ്രാവശ്യം എഴുതാൻ പറ്റും. എഴുതുന്നതിന് കുഴപ്പമില്ല, 2 തവണ എഴുതാം കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം എഴുതി കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ അതായത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഡിസംബർ 20 വരെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് ഡിസംബർ 20-ന് മുമ്പ് അടയ്ക്കുക. പിന്നീട് അടച്ചവരാണെങ്കിൽ അവർ സേഫായി, അടയ്ക്കാത്തവർക്ക് ഇനി അടുത്ത സ്ക്രീൻ ടെസ്റ്റ് ആണ് മുന്നിലുള്ളത്. സപ്പോസ് ഇപ്പൊ നമ്മൾ അടച്ചു കൺഫേം ചെയ്ത സീറ്റ് സർ, അപ്പൊ അടുത്ത ഫെബ്രുവരി നമ്മൾ എക്സാം എഴുതിയെന്ന് വിചാരിച്ചു, അതിനകത്ത് ഇതിനേക്കാളും നല്ല റാങ്ക് കിട്ടിയെങ്കിൽ ഏതാണ് നല്ല റാങ്ക്? നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്കോളർഷിപ്പ് ഏതാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് കൺഫേം ആയല്ലോ, ഇവിടെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൺഫേം ആകുമല്ലോ. ഇല്ല. പക്ഷെ 20-ന് മുമ്പ് പേയ്മെന്റ് നടത്തുക കേട്ടോ. ഓക്കെ. അജയകുമാർ. നമസ്കാരം സാർ. നമസ്തേ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഓ സാറേ. ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ ആലപ്പുഴയിൽ ഒരു സെന്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇല്ലെന്നാണ് കേട്ടത്. ഇപ്പൊ ചങ്ങനാശ്ശേരിയിലാണ് നമുക്ക് സെന്റർ ഉള്ളത്. ആലപ്പുഴയ്ക്ക് ചാൻസ് ഇല്ല? ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ എങ്ങൊന്നും വന്നിട്ടില്ല.
ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഓക്കെ സാർ, താങ്ക് യു. സെൽമ ശശിധരൻ. ഹലോ ഹലോ, ബിജു എസ്. ബിജു, എന്റെ ഡൗട്ട്, നമ്മളിപ്പോ ഇപ്പൊ എന്റെ മകള് 10th-ലോട്ടാണ്. അപ്പൊ ഈ CBSE സ്കൂളുകളെല്ലാം ഏപ്രിൽ മാസം ഫുൾ ഡേ, ഏപ്രിൽ മാസം തന്നെ അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസിന്റെ ടൈം 4 hours ആണെന്ന് പറഞ്ഞല്ലോ പെർ ഡേ. അപ്പൊ ഈ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് പിന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കേണ്ടി വരും ഇല്ലേ? മിക്ക ഏപ്രിൽ മാസം എനിക്ക് തോന്നുന്നു CBSE-കാർ തുടങ്ങാൻ ചാൻസ് ഇല്ല. ഞാൻ തർക്കിക്കുന്നില്ല. അപ്പം അങ്ങനെ വന്നിട്ടോ സ്കൂൾ തുടങ്ങുവാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. ചിത്ര ബിബിൻ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർ, ഇവിടെ തൊടുപുഴ സെന്റർ ഉണ്ടല്ലോ, അത് വാഴക്കുളത്ത് കാർമലാണോ? വാഴക്കുളം കാർമലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ ചാവറയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കാർമലില് നമുക്ക് സെന്റർ കിട്ടിയാൽ ഓഫ്ലൈൻ എടുക്കുമ്പോൾ അതായിരിക്കും സൗകര്യം. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. പറ്റും, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല കേട്ടോ. പാലായിക്ക് വരണമെന്നില്ല. തൊടുപുഴ ടൗൺ ആയിരിക്കില്ലല്ലോ സർ, തൊടുപുഴ ആയിരിക്കില്ലല്ലോ. കാർമൽ എന്ന് പറയുമ്പോൾ വാഴക്കുളത്തുള്ള സ്കൂൾ. വാഴക്കുളം നമ്മള് ടെസ്റ്റ് നടത്തിയ സെന്റർ. ഓക്കെ സർ. അവിടെ സാറ്റർഡേ ബാച്ച് ആണല്ലേ? അവിടെ നമുക്ക് സൺഡേ ബാച്ച് വരുന്നില്ല കേട്ടോ. ഇനി 6th-ലോട്ടും ഇനി 9th-ലോട്ടും ഉള്ള കുട്ടികളാണ്. അപ്പൊ അവിടെ നമുക്ക് 6th-ന് സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ വരുള്ളൂ. 9th-ല് നമ്മൾ പറഞ്ഞു സൺഡേ ബാച്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് 9-ന് 1st 4th സൺഡേ ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. പള്ളി പോകുന്ന കുട്ടികളാണെങ്കിൽ 1st to 4th ഉച്ച കഴിഞ്ഞ് വരിക. ദെൻ അതുപോലെ തന്നെ അവിടെ നമുക്ക് ഈ ഒരു ബാച്ച് വരത്തില്ല. തൊടുപുഴയിൽ ഈ ഒരു ബാച്ച് വരത്തില്ല. ഈ ഒറ്റ ബാച്ചേ വരുള്ളൂ കേട്ടോ. കല്യാണി മുകുന്ദൻ. ഹലോ ഹലോ, കേൾക്കാമോ? പറയൂ. കൊല്ലത്ത് ഈ സൺഡേ ബാച്ചും സാറ്റർഡേ ബാച്ചും ഉണ്ടോ? നമുക്ക് അവിടെ ഫുൾ ഡേ ബാച്ചേ ഉള്ളൂ. സൺഡേ ബാച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഈ 7th-ലേക്കുള്ള കുട്ടികൾക്ക് 7th-ലെ സെക്കൻഡ് ആൻഡ് 4th സാറ്റർഡേ വരുള്ളൂ കേട്ടോ. റോസ്മേരി. സാറേ, കോഴിക്കോട് നിന്നായിരുന്നേ. പറയൂ. കാറ്റഗിസം ഉള്ള കുട്ടിയാണ്. ദേവഗിരി സെന്ററില് സാറ്റർഡേ സൺഡേ ആണോ എങ്ങനെയാത്? ദേവഗിരി സെന്ററിൽ നമ്മളിപ്പം സൺഡേ ബാച്ചാ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ഫുൾ ടൈമാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഓൺലൈനേ വരുള്ളൂ. റയാൻ ബിനോയ്. റയൻ ഇനി 9th-ലോട്ടാണ്. അപ്പം ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സിന് ഏപ്രിൽ മെയ് ഓൺലൈൻ വന്നിട്ട് ജൂൺ മുതൽ ഓഫ്ലൈൻ ആക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ടോപ്പിക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. രണ്ട് രീതിയിൽ. മുമ്പ് ഒരു പേരൻറ്റ് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഓഫ്ലൈൻകാർക്ക് നമ്മൾ പറഞ്ഞു മൺഡേ ടു സാറ്റർഡേ ക്ലാസ് വരുന്നു. ഓൺലൈൻകാർക്ക് ആഴ്ചയിൽ 12 മണിക്കൂറേ ക്ലാസ് വരുള്ളൂ കേട്ടോ. ആ ഒരു ടോപ്പിക്ക് ഡിഫറൻസ് ഉണ്ടാവും. അല്ല, നമുക്ക് അങ്ങനെ എടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായോണ്ട് ഈ അവധി ദിവസം എല്ലാം ഗ്രാൻഡ് പേരൻസിന്റെ അടുത്താണ് വിടുന്നത്. അപ്പൊ നമുക്ക് അന്നേരം ഓൺലൈൻ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ല, ടോപ്പിക്കിന്റെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല. പിന്നെ ഈ ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന ഫീസ് പക്ഷെ ജൂൺ തൊട്ട് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിലേ നിൽക്കാൻ പറ്റുള്ളേ. ഓക്കെ. നമ്മളിപ്പോ അടയ്ക്കുന്ന ഫീസ് 1 year ഈ 9th-ന് വേണ്ടി മാത്രമുള്ളതാണോ അതോ? അല്ല, 9th-ലേക്ക് വേണ്ടി മാത്രമല്ല. 10th-ലേക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത ഫീസ് വരുള്ളൂ കേട്ടോ. സാറേ നമസ്തേ, പറയൂ. മോള് ഇപ്പൊ 10th-ലോട്ടാണ്. അവൾക്ക് സ്കോളർഷിപ്പ് 45,000 കിട്ടിയിട്ടുണ്ട്. 8th റാങ്ക് ഉണ്ട്. അപ്പൊ ഇതിൽ അവളിപ്പോ ഫസ്റ്റ് ടൈമാണ് 10th-ന്റെ മീൻസ് എഴുതുന്നത് ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അപ്പൊ ഇവള് 10th-ലാകുമ്പോ പിന്നെ 9th-ന്റെ ഓൾറെഡി കഴിഞ്ഞാണല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത്? അവളെ 10th-ലാണിപ്പോ. ഇപ്പൊ 10th-ലാണ് ഞാൻ പറഞ്ഞല്ലോ, പ്രിപ്പറേറ്ററി കോഴ്സിന്റെ സമയത്ത് നമ്മൾ അത് മേക്കപ്പ് ചെയ്ത് പോകും. അത് മേക്കപ്പ് ചെയ്ത് പോകും.
ഓക്കെ. പിന്നെ അതുപോലെ ഈ നിങ്ങളുടെ ബ്രില്യന്റിന്റെ ഒരു സയൻസ് ഒളിമ്പ്യാഡിനെ പറ്റി പറഞ്ഞു, അതെന്നാ പറഞ്ഞ എക്സാം? ഞാൻ ഡേറ്റ് ശ്രദ്ധിച്ചില്ല. നമ്മളെ എക്സാം നടക്കുന്നത് നമുക്ക് ഫെബ്രുവരി 12 സ്റ്റേജ് 1 നടക്കുക. 2 സ്റ്റേജിലാണ് ഇത് കണ്ടക്ട് ചെയ്യുക. ഓൺലൈൻ മോഡ്, രജിസ്ട്രേഷൻ ഓൺലൈൻ മോഡാണ്. ഇപ്പോൾ 8, 9, 10 പഠിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ സ്റ്റേജ് 1 ഓൺലൈൻ മോഡിലാണ് നടക്കുക. അതായത് 8, 9 ഏത് സ്റ്റേറ്റോ CBSEയോ ഏത് സിലബസിൽ നിൽക്കുന്നവർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ അപ്ലൈ ചെയ്യുന്നതിൽ 10% കുട്ടികളെ സ്റ്റേജ് 2ലേക്ക് ക്വാളിഫൈ ചെയ്യും. സ്റ്റേജ് 2 കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓഫ്ലൈൻ മോഡിലായിരിക്കും പരീക്ഷ നടക്കുക. അത് ഏപ്രിൽ മാസമായിരിക്കും നടക്കുക. സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് കിട്ടും. ഓക്കെ. പിന്നെ രണ്ട് ഡൗട്ട് കൂടി. പിന്നെ അതുപോലെ ഈ നിങ്ങൾ 11, 12 മറ്റേ സാറ്റ്സിലൊക്കെ ഉണ്ടല്ലോ, അതും അത് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരും. അതും ഇതുപോലത്തെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ് മുന്നോട്ട് പോവുക കേട്ടോ. പിന്നെ അതുപോലെ ഫീസ് കൊടുക്കേണ്ടത് എത്ര അടക്കണം പറഞ്ഞത്? ഇപ്പൊ 45,000 സ്കോളർഷിപ്പ് ഉണ്ട്. 45,000 ഉണ്ടെങ്കിൽ നമുക്ക് 9ലോട്ടല്ലേ എന്നോട് പറഞ്ഞേ? 10,000 രൂപ. 10,000 അടച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിൽ കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമിൽ അവൾക്ക് ഒരു മറ്റേ 31st ആയിരുന്ന റാങ്ക് ഉണ്ടായത്. പിന്നെ ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്തതാണ്. അന്ന് 27,000 എങ്ങനെ കിടന്നത്. അപ്പൊ അത് മാറുമായിരിക്കും. മാറും. ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നമ്മുടെ ഞായറാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. ഇഷാന്തേ, ഗുഡ് ഈവനിങ്. ഒരു മോൻ ഇനി 10th-ലേക്കാണ്. അപ്പോ നേരത്തെ സാർ പറഞ്ഞില്ലേ ഇനി സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർക്ക് ഇന്റേണലി ഒരു പ്രൊമോഷൻ ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ 11th സ്റ്റാൻഡേർഡിലേക്ക് അല്ല 10th വരുമ്പോൾ മാത്രം നമ്മളത് സ്ക്രീൻ ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് 10th വരെ ഉള്ളൂ. ഇത് 10th വരെ ഉള്ളൂ. പിന്നീട് ഇവിടെ ഞങ്ങൾ 10th ഒരു പ്രൊമോഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂൾ വേണം, ഇപ്പോൾ പ്ലാസ്ഡ് വേണം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂൾ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിന് സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ സെൻറ്ററിൽ വേക്കൻസി ഉള്ള സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ ഡീറ്റെയിൽസ് 10th ആവുമ്പോൾ പ്രോബ്ലി ഷെയർ ചെയ്യുമായിരിക്കും അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂള്, നമ്മുടെ മനസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായും സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ 10ാം ക്ലാസ്സിൻ്റെ പ്രൊമോഷൻ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് ഏതെങ്കിലും വേക്കൻസി ഉള്ള സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിരിക്കും. പിന്നെ ഒരു ഡൗട്ട്, എത്ര മാസം വരെ നമുക്ക് ഈ കോഴ്സ്? ഇത് നെക്സ്റ്റ് ഏപ്രിൽ ടു ഫെബ്രുവരി. ഗൗതം ജി കുറുപ്പ് പറയൂ. സാർ സംസാരിക്കുന്നതിനിടയ്ക്ക് പട്ടാമ്പി ഒരു പിന്നെ സെന്റർ ഉണ്ട് പറഞ്ഞു. ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇല്ല കേട്ടോ. ഫൗണ്ടേഷൻ കോഴ്സ് ആയിട്ടില്ല. ഇപ്പൊ +1 +2 മാത്രമേ നമ്മൾ അവിടെ ആയിട്ടുള്ളൂ കേട്ടോ. 9th സ്റ്റഡിങ് ആണ്. ഇല്ല, അവിടെ ആയിട്ടില്ല, ഫൗണ്ടേഷൻ ആയിട്ടില്ല. +1 +2 MES സ്കൂളിന് സമീപം നമ്മൾ സെന്റർ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സാർ ഒരു ഡൗട്ട് കൂടി, തൃശ്ശൂർ നമുക്ക് ഓഫ്ലൈൻ മോഡ് സെലക്ട് ചെയ്താൽ തൃശ്ശൂർ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്? അയ്യന്തോൾ നമുക്ക് ഒരൊറ്റ ബാച്ചേ ഉള്ളൂ, സൺഡേ ബാച്ച് മാത്രമല്ല, സൺഡേ ഫുൾ ഡേ വരുന്ന ബാച്ചാണുള്ളത്. ഫാത്തിമ ഷെരീഫ, നമസ്തേ, പറയൂ. ഞാൻ 10th പഠിക്കുന്നതാണ് MES-ല്. ഓക്കെ. ഞാൻ 10th-ലോട്ടാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവും +1 +2 +1 10th-ലുണ്ട് കേട്ടോ. മോക്ക് +1 +2 ആകുമ്പോൾ നമ്മുടെ അവിടെ സെന്റർ ഉണ്ട് കേട്ടോ. ബാക്കി ക്ലാസ് 10th ക്ലാസ് മെയില് തുടങ്ങും. അപ്പൊ ഏപ്രിൽ മുതൽ അങ്ങനെ ബ്രില്യന്റ് കോഴ്സ് ഉണ്ട് പറയുമ്പോൾ അപ്പൊ ആ ഒരു മാസം ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും? ഓഫ്ലൈൻ ആണ് തിരഞ്ഞെടുക്കാൻ? ഓഫ്ലൈൻ എപ്പോൾ വരും? എവിടെ, ഏത് സെന്റർ വരും? ഇവിടെ തൃശ്ശൂർ വരുമോ? കുഴപ്പമില്ല, വരുന്നതിനോ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ
അപ്പൊ മെയിലോ ടൈം ഓക്കെ ആക്കാം അല്ലേ? ആ ഓൺലൈൻ പറ്റില്ലേ? ഓൺലൈനാക്കാം. ഇനി ഓൺലൈനും ഓഫ്ലൈനും ടൈമിംഗ് എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളാണ് വരിക. ഓഫ്ലൈൻ്റെ ഞാൻ പറഞ്ഞല്ലോ 9 to 4 p.m. 9 to 4. ഓൺലൈന് ഓൺലൈൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളാണ് വരിക കേട്ടോ. ഓഫ്ലൈൻ വരുന്നത് 9 AM to 4 PM. സംഗീത. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർ, കൊല്ലത്താണ്. മോർണിംഗ് 8 അപ്പം കൊല്ലത്ത് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ 8 ഉണ്ടല്ലോ. അതെ, 1, 3, 4 സൺഡേസില് ആ ഏപ്രിൽ മെയില്. ആ ഏപ്രിൽ മെയിലും അതെ. ഏപ്രിൽ മെയിൽ 1, 3, 4 സൺഡേസ് അല്ല. ഏപ്രിൽ മെയിൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സുകളുണ്ട്. ദെൻ ജൂൺ തൊട്ട് 1, 3, 4 സൺഡേസ്, സെക്കൻഡ് സാറ്റർഡേസ്. മൺഡേ ടു സാറ്റർഡേ. അപ്പം ഓക്കെ സർ, മൺഡേ ടു സാറ്റർഡേ. അപ്പം ടൈമിംഗ് എങ്ങനെ സർ? ഒരു 9 തൊട്ട് 4 മണി വരെ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. മൃദുല സുരേഷ്. ഹലോ സർ. നമസ്തേ, പറയൂ. സർ, ഇപ്പൊ ഓൺലൈൻ ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് മറ്റേ ഓൺലൈനിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് പാസ്സായിട്ടുണ്ടായിരുന്നു മോള്. അപ്പോ അതും ഇതും സെയിം തന്നെയാണോ? അപ്പൊ അത് ചൂസ് ചെയ്താലും ഇത് ഓൺലൈൻ ചൂസ് ചെയ്താലും രണ്ട് സെയിം ആണ്. രണ്ട് സെയിം ആണ് കേട്ടോ. സെയിം ആണ്. അപ്പൊ ഇതില് ഓൺലൈൻ ചൂസ് ചെയ്താലും അതില് ഓൺലൈൻ ചൂസ് ചെയ്താലും ഇതിൽ ഓൺലൈൻ ചൂസ് ചെയ്യുവാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഡിഡക്ട് ചെയ്യും. ഈവൻ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ടും സെയിം ആണ്. സെയിം തന്നെയാണ്. ഓക്കെ, ശരി സർ. ആയുഷ്. ആയുഷ് എം. രാജേഷ് പി എൻ. ഗുഡ് ഈവനിങ്. പറയൂ സാർ. കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി. ഇപ്പൊ നമ്മളെ ലൊക്കേഷൻ കുന്നംകുളമായതുകൊണ്ട് മിക്കവാറും ഓൺലൈനാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോ ഇതില് നമ്മൾ ഓൺലൈനിൽ റെക്കോർഡ് സെഷൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സ്പെസിഫിക് ടൈമിംഗ് ഉണ്ടാവില്ല. വി ക്യാൻ വാച്ച് എനി ടൈം. അല്ല, ഞാൻ പറഞ്ഞ ഒരു കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ നോക്കുന്നതിന് ഒരു 50 പേരുടെ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാകും. ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് അനാലിസിസ് നടത്തിക്കോളും. മോണിറ്ററിംഗ് ആണ്. നമ്മുടെ റെക്കോർഡഡ് ആണെങ്കിലും കുട്ടി ക്ലാസ് കാണുന്നുണ്ടോ, എത്ര ശതമാനം ആ ക്ലാസ് ഞങ്ങൾ തന്ന ക്ലാസ് എത്ര ശതമാനം വാച്ച് ചെയ്തു, കൃത്യമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടോ. സാറ് ജോലിക്ക് പോയി, അപ്പം അവൻ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അപ്പോഴേ തന്നെ വൈകുന്നേരം സാറിനെ തന്നെ കോൺടാക്ട് ചെയ്യും. ഇന്ന ആൾ പരീക്ഷ എഴുതിയിട്ടില്ല, ഇന്ന സമയം വരെ എക്സാം ഉള്ളൂ. അതൊക്കെ പറയാൻ കൃത്യമായിട്ടൊരു ക്ലാസ് ടീച്ചർ മെൻറ്ററിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്റർ തീരുന്നതിന് നമുക്ക് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടേ. പിന്നെ ഒരു ഫർദർ ക്വസ്റ്റ്യൻ ഉള്ളതിൽ കുറച്ച് പാരന്റ്സ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, ഓഫ്ലൈൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത്. ഐ മീൻ, ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി മെയ് മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ തീരുമാനം എടുക്കണമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏപ്രിൽ മാസത്തിന് മുമ്പ്, ഏപ്രിൽ മാസം നമ്മൾ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അന്നേരം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ മാറുമ്പോൾ ചെറിയ ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, അതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പാർത്ഥിവ് കൃഷ്ണ. ഹലോ. ഞാന് 7th ഇപ്പൊ പഠിക്കുന്ന പാർട്ടിയില്. പറയൂ. ഇനി 8th 15,000 ആണ് സ്കോളർഷിപ്പ് ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോ ഓഫ്ലൈൻ ക്ലാസ് പ്രിഫർ ചെയ്യുന്ന മാന്നാനത്ത്. ഞങ്ങൾ കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പോ 10,000 ആണോ ഇപ്പം ഞായറാഴ്ച അടയ്ക്കേണ്ടത്, അതോ ബാക്കി എമൗണ്ട് ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ടി വരുവേ? എത്ര സ്കോളർഷിപ്പ് കിട്ടിയേ? 15,000. അപ്പം നമുക്ക് ഇനി 9 പറഞ്ഞേക്കുന്നേ? അല്ല, ഇനി 8 ഇനി 10,000 പ്ലസ് GST അടയ്ക്കേണ്ടി വരും. 15 ഇതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി 10,000 പ്ലസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ 10,000 പ്ലസ് GST അടയ്ക്കേണ്ടി വരും. പിന്നീട് ബാക്കി വരുന്നത് ഓഫ്ലൈൻ വരുമ്പോൾ വീണ്ടും ഒരു 10,000 ഏപ്രിൽ മാസം അടയ്ക്കേണ്ടി വരും. ഇപ്പം 10,000 പ്ലസ് GST അടയ്ക്കുക. പിന്നീട് ഏപ്രിൽ മാസം 10,000 പ്ലസ് GST പിന്നീട് അടയ്ക്കുക. ഓക്കെ. അന്ന ബിജോ. ഹലോ.
ഞാൻ സാപ്സിലാണ് പഠിക്കുന്നത്. സാറ്റർഡേ ക്ലാസ്സസ് ചൂസ് ചെയ്യുമ്പോൾ സൺഡേ കൂടെ ക്ലാസ് ഉണ്ടാവില്ലേ? സാപ്സിൽ മിക്കവാറും എല്ലാ സാറ്റർഡേയ്സിലാണ് ക്ലാസ് വരുന്നത്. കാരണം സ്കൂളിലെ പിള്ളേർ മാത്രമേ ഉള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ ചില സൺഡേയ്സ് വരും, ക്ലാസ് വരുമോ? ചില സൺഡേയ്സും ക്ലാസ് വരുവേ. ആഫ്റ്റർനൂൺ ആയിരിക്കും. ആ സ്കൂളിലെ കുട്ടികൾ മാത്രം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. വരുണസ് ഹലോ സർ. നമസ്തേ, പറയൂ. സാർ, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അതിൽ പറ്റാതെ വന്നാല് ഇത് നമ്മൾ റീഫണ്ട് ചെയ്യുമോ? അതിന്റെ നോംസ് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടേ. റീഫണ്ട് ചെയ്യും, അതിന്റെ നോംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നാലെന്നുള്ള കാര്യം, എല്ലാ കാര്യങ്ങളും. കാരണം ക്ലാസ് ഡേയ്സ് നോക്കിയായിരിക്കും റീഫണ്ട് വരിക കേട്ടോ. ഇനി എക്സാം എങ്ങനെയാണ് ഓൺലൈനിൽ? ഓൺലൈനിൽ ഇപ്പം നമ്മൾ ഓൺലൈനിൽ എല്ലാ സാറ്റർഡേയ്സിലായിരിക്കും പരീക്ഷ വരിക കേട്ടോ. അത് ഈവനിങ് ടൈം ആയിരിക്കും. സാറ്റർഡേയില്. സൺഡേ ഉണ്ടോ? അപ്പോ സൺഡേ ക്ലാസ് ഉണ്ടാവും, പരീക്ഷ കാണില്ല കേട്ടോ. ശരി, താങ്ക് യു സർ. അമയ, ഹലോ സർ. പറയൂ. സർ, ഞാൻ ട്രാൻഡ്രസിൽ നിന്നാണ്. അമ്മയുടെ മദറാണ്. പറയൂ. ഇനി 8th മോള്. ഇപ്പൊ ട്രാൻഡ്രത്ത് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു സൺഡേ മിസ് ആവുകയാണെങ്കിൽ ആ ക്ലാസ് എങ്ങനെയാ നമുക്ക് അത് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ തന്നെ അല്ല, കുറച്ച് കഴിയുമ്പോൾ ആ ടോപ്പിക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പൊ നമുക്കത് അല്ല, ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെങ്ങനെയാ? അപ്പൊ നമുക്കത് കിട്ടുന്നത് എങ്ങനെയാ? അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവാക്കി തരും. മിസ്സാവുന്ന ക്ലാസ് മാത്രം നമുക്ക് ആക്റ്റീവ് ആക്കി തരും, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന. പക്ഷെ റെഗുലർ ആയിട്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആക്കില്ല കേട്ടോ. ഈ നമ്മളെ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ ഈ സ്റ്റുഡൻസ് പ്രോഗ്രസ് ഒക്കെ അതൊക്കെ നമ്മൾ എങ്ങനെയാ അറിയുക? വിത്ത് ക്ലാസ് ടീച്ചർ ഉണ്ട്, എല്ലായിടത്തും ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. ക്ലാസ് ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇടയ്ക്ക് പേരൻസ് മീറ്റിംഗും ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ നമ്മള് ചിലപ്പം ഇവിടുന്ന് നമ്മൾ ഷിഫ്റ്റ്, ഇപ്പൊ ഓഫ്ലൈൻ ആണ് നമ്മൾ എഴുതിയത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇൻ കേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എബ്രോഡിനാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഓൺലൈനിലേക്ക് മാറാൻ പറ്റും. അപ്പം ആ ടൈമിൽ ഓൺലൈൻ ചേഞ്ച് ചെയ്ത് തരും ഉറപ്പായിട്ടും. നമുക്ക് അതൊക്കെ റീസണബിൾ ആണല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തു തരും, ഉറപ്പാണ്. കാർത്തിക നായർ. കാർത്തിക നായർ. ജസ അന്ന ജോർജ്. ഏപ്രിലെ ഓഫ്ലൈൻ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ചങ്ങനാശ്ശേരിയിലെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ്. മിക്കവാറും അത് അവിടുത്തെ നമ്മുടെ വിശ്വാസോത്സവമൊക്കെ നോക്കിയാണ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഡേറ്റൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. അതെല്ലാ രൂപതയുടെ കൂടെ ഒന്ന് നോക്കി വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതി കേട്ടോ. ശ്രീകുമാർ. സാർ, ഞാൻ മുമ്പേ വിളിച്ചിരുന്നു. പറയൂ. അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞപ്പം മുമ്പേ ഒരു പേരന്റ് ചോദിച്ചിരുന്നു. അതായത് ഇപ്പൊ നമ്മളിപ്പോ 8ാം ക്ലാസ്സിലേക്കാണ് എന്റെ മോന് വേണ്ടി ഞാൻ സ്ക്രീനിംഗ് ടെസ്റ്റ് പാസ്സായത്. അപ്പം ഈ 8ാം കഴിഞ്ഞിട്ട് 9, 10 ഇന്റഗ്രേറ്റർ അല്ലേ? അതെ. അപ്പൊ അതിന് ഈ പ്രൊമോഷൻ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? മതിയുള്ളൂ. പിന്നെ +1 ചെല്ലുമ്പോഴാണ് സ്ക്രീൻ ടെസ്റ്റ് വീണ്ടും വരിക കേട്ടോ. 10ൽ നിന്ന് +1 കേട്ടോ. അന്നേരമാണ് സ്ക്രീൻ ടെസ്റ്റ് വരുന്നത് അല്ലേ? അതെ. പിന്നെ ആണെങ്കിൽ സാറേ, ഇപ്പൊ ഈ ഞാൻ ഓൺലൈൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴ് എല്ലാ ദിവസങ്ങളിലും ഈ ഏപ്രിൽ മെയ് കാലങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ടോ? ഇല്ല, തിങ്കൾ ബുധൻ വെള്ളി അല്ലേ? പിന്നെ സാറ്റർഡേ മാത്രം ഇത് എക്സാം ടെസ്റ്റ് ഉണ്ടാവും. ചാപ്റ്റർ തീരുന്ന മുറയ്ക്ക് കേട്ടോ. മോർണിംഗ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മിക്കവാറും വെളുപ്പിനെ ഒരു
1 മണിയാകുമ്പോൾ ആക്റ്റീവ് ആകും. അന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ആക്റ്റീവ് ആകുന്ന ക്ലാസ് ചൊവ്വാഴ്ചയും കൂടെ അവൈലബിൾ ആകും. ബുധനാഴ്ച അടുത്ത പാർട്ട് വരുമ്പോഴത്തേന് അത് ഡീആക്റ്റീവ് ആകും. മോനിപ്പം നിലവില് 10,000 rupees സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഓൺലൈൻ ആണെങ്കിൽ നമ്മള് എത്ര രൂപ അടയ്ക്കണം? 15,000 ആണോ അടയ്ക്കുന്നത്? ഇപ്പൊ എത്രയിലോട്ടായിരുന്നു? ഇനി എത്രയിലോട്ടായിരുന്നു? 8ാം ക്ലാസ്. അപ്പം 25 പ്ലസ് GST ആണ് ഓൺലൈൻ്റെ ഫീസ് വരും. അപ്പോൾ ഇനി 15 പ്ലസ് GST അടയ്ക്കുക കേട്ടോ. താങ്ക് യു. ആദർശ്. സർ, ഓൺലൈൻ ക്ലാസ് സ്റ്റുഡൻസിന് റെക്കോർഡഡ് സെഷൻ കേൾക്കാൻ 1 or 2 days ടൈം ലിമിറ്റ് ഉണ്ടോ? 1 or 2 days ടൈം ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ആയാലല്ലേ നമ്മൾ ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. എപ്പോഴും നമ്മുടെ പ്രൊഫൈലിലുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ കാണുമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. 1 to 1:30 to 2 hours കാണും ക്ലാസ് ഡ്യൂറേഷൻ. ഞാൻ പറഞ്ഞില്ല, മാക്സിമം ഞാൻ പറഞ്ഞില്ല 1 or 2 ദിവസം. മധു നായർ. നമസ്തേ. ഗുഡ് ഈവനിങ് സാർ. എന്റെ മോന് വേണ്ടിയാണ്. മോൻ ഇപ്പോൾ 8th പഠിക്കുന്നത്. ഇപ്പൊ സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ക്വസ്റ്റ്യൻസിന്റെ ഓൾമോസ്റ്റ് ആൻസറുകൾ ഞാൻ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആദ്യത്തെ ഇതില് ഇൻസ്ട്രക്ടർ പറഞ്ഞിരുന്നു നമ്മള് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി 10,000 ഈ 10 daysനുള്ളിൽ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓൺലൈൻ ആണ് പ്രിഫർ ചെയ്യണത്. അപ്പൊ 10,000 ആണ് കൊടുക്കേണ്ട, ഫുൾ ഫീസ് ആണ് അടയ്ക്കേണ്ടത്? ക്വസ്റ്റ്യൻ ഫുൾ ഫീസ് ആണ് വരിക കേട്ടോ. ആക്റ്റീവ് ആകുന്നത് ഫുൾ ഫീസ് ആയിരിക്കും കേട്ടോ. അത് കൂടാതെ വേറൊരു പ്രശ്നം ഉള്ളത്, ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മൾ ഈ കൊറോണയുടെ സമയത്താണ് ഓൺലൈൻ ക്ലാസ് ഇത്രമാത്രം എഫക്ട് ഇതായത്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓഫ്ലൈൻ ആയിരിക്കും കൂടുതൽ എഫക്ട് എന്ന്. അപ്പൊ ഇൻ കേസിൽ നമുക്ക് അതിനുള്ള സാധ്യതയില്ല, കാരണം നമ്മൾ കുറച്ച് അകലെ താമസിക്കുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ഓൺലൈൻ എടുത്താലും ഒരു ടീച്ചർ ഇന്ററാക്ഷൻ, ടീച്ചർ മീറ്റിംഗ് ഉണ്ട്. അതുണ്ട് സാറേ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 കുട്ടികൾക്ക് ഒരു ക്ലാസ് ടീച്ചർ എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഓക്കെ സാറേ. ഡിയാൻ നിലൻ. ഹലോ ദിയ. സർ, മോള് അടുത്ത വർഷം 10ാണ്. അപ്പം ഈ ഏപ്രിൽ തൊട്ട് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോക്ക് സൺഡേ സ്കൂൾ ഉണ്ട് ഞായറാഴ്ച. അപ്പം എല്ലാ സൺഡേയും ആഫ്റ്റർനൂൺ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. പ്ലസ് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ആണോ മോള് വരേണ്ടത്? ഏപ്രിൽ മാസം നമുക്ക് സൺഡേ ക്ലാസ് വരില്ല. ജൂൺ തൊട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ സൺഡേ. ഏത് സെന്റർ വരിക? ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ എല്ലാ സൺഡേ ഉച്ച കഴിഞ്ഞ് വരണം. അതുപോലെ സെക്കൻഡ് സാറ്റർഡേയ്സും വരണം കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ മോർണിംഗ് തൊട്ട് ഉണ്ടല്ലേ? അതുണ്ട് കേട്ടോ. അഭിനവ് ബി. സർ നമസ്കാരം. സർ നമസ്തേ. സർ, മകൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 20ാം തീയതിക്ക് മുന്നേ അല്ലേ 30,000 രൂപ പ്ലസ് GST അടച്ച് അഡ്മിഷൻ? അതെ സാറേ, അതെ. അപ്പോൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തതിന് ശേഷം അടുത്ത എക്സാം എഴുതാൻ പറ്റുമല്ലോ? തീർച്ചയായും. ഓക്കെ സർ, താങ്ക് യു സർ. ഫിഫ ജാഫർ. ഹലോ. ഗുഡ് ഈവനിങ്. ഇല്ല. അത് +1 +2 നമുക്ക് റെസിഡൻഷ്യൽ ബാച്ച് ഉള്ളത് കേട്ടോ. വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുക. എന്നിട്ട് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഉള്ള ദിവസം നമ്മുടെ സെന്ററിലേക്ക് വരിക, ഓഫ്ലൈൻ വരികയാണെങ്കിൽ. ഇതാണ് സാർ. നമുക്ക് +1 +2 ഒക്കെ ആകുമ്പോഴത്തേനാണ് റെസിഡൻഷ്യൽ ബാച്ച് വരിക കേട്ടോ. +1 +2 ആകുമ്പോഴാണ് റെസിഡൻഷ്യൽ ബാച്ച് വരിക കേട്ടോ.
അപ്പോൾ ഓൺലൈൻ ബാച്ച് ആയിരിക്കും നല്ലത്. ഓൺലൈൻ ബാച്ചേ കഴിയുള്ളൂല്ലോ. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് ഏതാണ്ട് 2 മണിക്കൂർ എത്താറായി. ശ്രേയ വന്നോ? ശ്രേയ, പുതിയ ഡൗട്ടുള്ളവർ ചോദിച്ച ഡൗട്ട് വീണ്ടും ഉണ്ടെങ്കിൽ അവർ ലോവർ ഹാൻഡ് ചെയ്യുക. നമ്മളിതുവരെ പറയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ഹാൻഡ് എടുത്ത് നീക്കുക. ഹലോ, പറയൂ. അഫ്രാദ് ഫൗണ്ടേഷൻ കോഴ്സിന് സെലക്ട് ആയെന്ന് കാണണേ, സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഫുൾ ഫീസ് കൊടുത്തിട്ടില്ല, ചേരാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ. എത്രയാവും GST അടക്കം? എത്രയാണ്? എത്രാം ക്ലാസ് ആണ്? 25,000 ആണ് 8ലേക്ക്. 8ലേക്ക് ഓൺലൈൻ ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25 പ്ലസ് GST 18% GST വരും കേട്ടോ. ഉണ്ട്, കട്ട് ഓഫ് മാർക്ക് ഉണ്ട് കേട്ടോ. എത്രാം ക്ലാസ് ആയിരുന്നു? 5ാം ക്ലാസ്. 7th നിന്ന് 8ലേക്ക്. അപ്പം 200 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നു കേട്ടോ. രണ്ട് ഡൗട്ട് ചോദിച്ച എല്ലാവരും ക്ലിയർ ചെയ്ത് തീർന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ മീറ്റിംഗ് നമുക്ക് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾക്ക് കോഴ്സിൻ്റെ ഫീസ് അടയ്ക്കുന്നത് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുക. സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ പ്രൊഫൈലിലേക്കാണ് കയറുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫീസ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആക്റ്റീവ് ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എമൗണ്ട് അതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ബാക്കി വരുന്ന ഓഫ്ലൈനിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഏപ്രിൽ മാസം ഓഫ്ലൈൻ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് ഓഫ്ലൈൻ ബാച്ചിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്കും പേരൻസിനും നന്ദി, നമസ്കാരം.